ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം, നമസ്തേ. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും സംസ്കൃതം ക്ലാസിന്റെ ഒരു പുതിയ ദലത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പാഠഃ ക്ഷുധാ ജ്ഞാനപ്രദായിനി. ക്ഷുധാ ജ്ഞാനപ്രദായിനി എന്ന് പറയുന്ന ഒരു പുതിയ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം റെഡിയല്ലേ? തയ്യാറല്ലേ? നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ പാഠപ്രവേശഃ. ക്ഷുധ ജ്ഞാനപ്രദായിനി എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവേശിക്കും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പാഠപ്രവേശഃ എന്ന് പറയുന്ന ആ ഒരു ഖണ്ഡിക വായിക്കണം. അപ്പൊ പാഠപ്രവേശഃ നോക്കിയ മക്കളെ, ആരോഗ്യ സംരക്ഷണായ, നോക്കിക്കോളൂ, ആരോഗ്യ സംരക്ഷണായ ഹിതസ്യ മിതസ്യ ച ഭോജ്യസ്യ പ്രാധാന്യമധികൃത്യ പൂർവേസ്മിൻ പാഠേ വയം അപഠാമ ഖലു. അല്ലേ? ആരോഗ്യ സംരക്ഷണായ. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ അതിന്റെ അർത്ഥം. എന്താണ്? ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഹിതസ്യ മിതസ്യ, നമുക്ക് ഹിതകരമായതും അതായത് ഗുണകരമായതും നമുക്ക് യൂസ്ഫുൾ ആയതും, അല്ലെ, നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയതും യൂസ്ഫുൾ ആയതും, മിതസ്യ വളരെ മിതമായതും, അല്ലെ, മിതമായത് എന്താണ്? വളരെ കുറച്ച്, അല്ലെ, ഈറ്റ് ലിറ്റിൽ എന്നാണ്. അപ്പോൾ വളരെ കുറച്ച് കഴിക്കുക, കണ്ടമാനം വാരി വലിച്ച് കഴിക്കരുത്, അല്ലെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അൺലിമിറ്റഡ് കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അൺലിമിറ്റഡ് ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടൊന്നും കഴിച്ച് ആരോഗ്യം കേടാക്കരുത്. ജിമ്മിൽ പോകുന്ന ഒരു ഡയറ്റ് നോക്കാറില്ലേ? അതുപോലെ ഞാനിന്ന് കുറച്ച് അധികം കഴിച്ചോണ്ട് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് എന്ത് ചെയ്യണം? കണ്ടമാനം വാരി വലിച്ച് കഴിക്കാതെ ഹിതസ്യ മിതസ്യ, നമുക്ക് വേണ്ടതും നല്ലതുമായിട്ടുള്ള ഫുഡ്, ഭക്ഷണം, ഭോജന പദാർത്ഥം നമ്മൾ മിതസ്യ ച ഭോജ്യസ്യ, വളരെ കുറച്ച് മാത്രമായിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃത്യ, അങ്ങനെ കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം ബേസ് ചെയ്തുകൊണ്ട്, അധികൃത്യ എന്ന് പറഞ്ഞാല് ആധികാരികമാക്കിക്കൊണ്ട്, അതിനെ അധികരിച്ചുകൊണ്ട്, ബേസ് ചെയ്തുകൊണ്ട്, അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഏതിനെ? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട്, പൂർവേസ്മിൻ പാഠേ, മുമ്പ് പഠിച്ച പാഠത്തിൽ, കഴിഞ്ഞ പാഠത്തിൽ, വയം അപഠാമഖലു, നമ്മൾ പഠിച്ചില്ലേ, അല്ലെ? നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ, അല്ലെ, കഴിഞ്ഞ സുഭാഷിതങ്ങളും കഴിഞ്ഞ ഇതൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നല്ല ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പഠിച്ചു എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചോ? പഠിച്ചു. ഓക്കെ അല്ലെ? അടുത്ത വാചകം, ലോകേ സർവേഭ്യോ ഹിതം മിതഞ്ച ആഹാരം ഉപലബ്ധം വാ. ലോകേ സർവേഭ്യോ ഹിതം, ലോകത്തില് എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട്, മിതഞ്ച ഹിതം ആഹാരം ഉപലബ്ധം വാ, ആവശ്യത്തിനുള്ള നല്ല ആഹാരം ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ എന്നാണ് ചോദ്യം. ഉപലബ്ധം, ആഹാരം ഉപലബ്ധം വാ, ലഭിക്കുന്നുണ്ടോ? ലോകത്തിൽ എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല, അല്ലേ? കിട്ടുന്നില്ല. എങ്ങനെയാ കിട്ടാതെ നോക്കിയാൽ, ലോകേ സർവേഭ്യോ, ലോകത്തിൽ എല്ലാവർക്കും, ഹിതം മിതം ച, അവർക്ക് ആവശ്യത്തിനുള്ള കുറച്ചെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ടോ? ആഹാരം ഉപലബ്ധം വാ, ഉപലബ്ധം എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ടോ? കിട്ടുക ഇല്ല, അല്ലെ? പലരും പട്ടിണിയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അപ്പോ ഏകവാരം, ഒരാഴ്ച പോലും ഉദരപൂരണം കർത്തും അസമർത്ഥാഹ, ഒരാഴ്ച നിറച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത, അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസമൊക്കെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, അല്ലെ? അപ്പോൾ ഒരാഴ്ച ഭക്ഷണം, ഉദരപൂരണം, വയറ് നിറയ്ക്കാൻ, കർത്തും അസമർത്ഥാഹ, വയറ് നിറയ്ക്കുക എന്ന പരിപാടി, എന്ന കാര്യം കർത്തും ചെയ്യാൻ വേണ്ടിയിട്ട്, അസമർത്ഥാഹ, സാമർഥ്യമില്ലാത്തവർ, കഴിവില്ലാത്തവർ, പാവങ്ങൾ, അല്ലെ? ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആളുകളായിട്ട്, ബഹവഹ ജനാഹ, ഒരുപാട് ആളുകൾ, അല്ലെ? ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആളുകൾ, അസ്മാൻ പരിതസ്തിഷ്ഠന്തി, അസ്മാൻ നമ്മുടെ, പരിതഃ തിഷ്ഠന്തി, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരാഴ്ച പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? തേഷാം ബുഭുക്ഷാം യോഭിജാനാതി സഹ ജീവനസാരം ജാനാതി. തേഷാം ബുഭുക്ഷാം, അവരുടെ ആ വിശപ്പിന്റെ ആ ഒരു വേദന, അല്ലെ, ആ ഒരു വിശപ്പ്, അവർക്ക് വിശപ്പ് കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹമില്ല, വിശപ്പില്ലേ, അല്ലെ? ആ വിശപ്പിന്റെ വില അറിയുന്നവൻ എന്തറിയുന്നു? യോഹോ അഭിജാനാതി, അഭിജാനാതി പറഞ്ഞാൽ അറിയുക, യഹ ആരാണോ അവരുടെ ആ വിശപ്പിന്റെ, ഒരാഴ്ച പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആ പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണിയുടെ വില ആരാണോ അറിയുന്നത്, സഹ അവര് എന്തറിയുന്നു? ജീവനസാരം ജാനാതി, ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നു, ജീവിതത്തിന്റെ സാരം എന്താണെന്ന് അറിയുന്നു. അവർക്ക് ലൈഫിന്റെ മീനിങ് അറിയാം. അപ്പൊ അപ്പുറത്തിരിക്കുന്നവന്റെ വിശപ്പിന്റെ വില അറിയുന്നവന് ലൈഫിന്റെ വില അറിയാം.
അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണം. അല്ലെ, നമുക്ക് നല്ലത് കിട്ടണം, നല്ലത് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റുള്ളവനും നല്ലത് ഉണ്ടാവുന്ന പോലെ ചെയ്യണം. അല്ലാതെ നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹമാവാൻ പാടില്ല. അല്ലെ, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് എറിയാൻ പാടില്ല, അത് അവർക്ക് ദ്രോഹമാണ്. നമുക്ക് നല്ലതാ, നമ്മുടെ വേസ്റ്റ് പോയി, പക്ഷെ അവർക്ക് ദ്രോഹമാണ്. അപ്പൊ അവന്റെ വേദന നമ്മൾ അറിയണം. അങ്ങനെ അപ്പുറത്തവന്റെ, അപരന്റെ, മറ്റൊരാളിന്റെ വേദന, വിശപ്പ്, വിഷമം, അവന്റെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾക്ക് ജീവിതം എന്താണെന്ന് അറിയുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാര്. അത ഉച്യതേ, അതുകൊണ്ട് നമ്മൾ പറയുന്നു, എന്താ നമ്മൾ പറയുന്നത്? ക്ഷുധാ പരക്ലേശ വിവേകജന്യ ജാനാതി യസ്തീവ്രതരാം ബുഭുക്ഷാം സഏവ ചാത്മാനമിവാപരം തം പശ്യൻ മഹാൻ വേദവിദാത്മദക്ഷഃ. അതുകൊണ്ട് എന്താ പറയുന്നത്? ക്ഷുധാ പരക്ലേശ വിവേകജന്യ, പരക്ലേശ ക്ഷുധ വിവേകജന്യ ജാനാതി യസ്തീവ്രതരാം ബുഭുക്ഷാം. ആരാണോ അപ്പുറത്തിരിക്കുന്നവന്റെ വിശപ്പ്, പരന്റെ ക്ലേശം അറിയുന്നത്, അവന്റെ വിവേകം, അവന് അറിവുള്ളവനാണ് അത് അറിയുന്നത്. അവൻ ഈ തീവ്രതരമായിട്ടിരിക്കുന്ന വിശപ്പിന്റെ വില അറിയുന്നവന് വിവേകമുണ്ട്. സ ഏവ ചാത്മാനമിവാപരം തം പശ്യൻ മഹാൻ വേദവിദാത്മദക്ഷഃ. അവൻ ആത്മദക്ഷനുമാണ്. അപരന്റെ വേദന അറിയുന്നത് കൊണ്ട് അവൻ എന്താണ്? വേദവിദ്ദാണ്, വേദജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണ്. ഇങ്ങനെ മറ്റുള്ളവന്റെ ക്ലേശവും അപരന്റെ പീഡയും അറിയുന്നവൻ, തീവ്രമായിട്ടിരിക്കുന്ന ബുഭുക്ഷ, വിശപ്പ് അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ മഹാൻ ആയിട്ടുള്ള ആള് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് വേഗം തന്നെ എങ്ങോട്ട് പോവാം? നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ക്ഷുധ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മളിപ്പോ പറഞ്ഞു, ക്ഷുധ ജ്ഞാനപ്രദായിനി എന്നാണ് നിങ്ങളുടെ അധ്യായത്തിന്റെ പേര്, അല്ലെ, 4ാമത്തെ പാഠത്തിന്റെ പേര്. അപ്പോ ക്ഷുധ എന്ന് പറഞ്ഞാൽ വിശപ്പ്, ക്ഷുത്ത് അല്ലെ, ക്ഷുധ എന്ന് പറഞ്ഞതാണ് വിശപ്പ്. വിശപ്പ് ജ്ഞാനപ്രദായിനിയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ജ്ഞാനപ്പഴത്തെ പിഴിന്ത് കേട്ടില്ലേ? അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്. അറിവ് പ്രദായിനി, കൊടുക്കുന്നവളാണ്. ആര്? അറിവ് കൊടുക്കുന്നവൾ ആരാണ്? വിശപ്പ്. വിശപ്പ് അറിവ് പകർന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പ് കൊണ്ട് നമുക്ക് വിവേകമുണ്ടാകുന്നു, അല്ലെ? ഒരാളുടെ വിശപ്പ് അറിയുമ്പോൾ അയാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ആ ഒരു മീനിങ് ആണ് ക്ഷുധാജ്ഞാന പ്രദായിനി എന്ന ഒരു ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ എല്ലാ പാഠത്തിലും നമുക്കൊരു ആമുഖം ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെയും ഉണ്ടല്ലോ ഒരു ആമുഖം. ആമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെ? ആമുഖം കണ്ട നാൾ. ആമുഖം അല്ല ഈ മുഖം, ഇത് ആമുഖം. വായിച്ചോ, ആമുഖം വായിച്ചോ. ഗദ്യം പദ്യം ഇതി കാവ്യസാഹിത്യം പ്രമുഖതയാ ദ്വിവിധം ഭവതി. ഗദ്യം എന്ന് പറഞ്ഞാല് പ്രോസ്. ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസ് എന്ന് പറഞ്ഞാല് കഥ, നോവൽ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഗദ്യം. പിന്നെന്താണ്? പദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത, പാട്ട്. അപ്പോ കഥ, പിന്നെ നോവൽ എന്നിവ ഗദ്യവും, കവിത, പാട്ട് പോലുള്ള സാധനങ്ങൾ പദ്യവുമാണ്. അപ്പൊ ഗദ്യം പദ്യം ഇതി എന്ന് കാവ്യസാഹിത്യം, നമ്മുടെ സംസ്കൃത സാഹിത്യം പ്രമുഖതയ ദ്വിവിധം ഭവതി, 2 തരത്തിലുണ്ട്. കാവ്യം തന്നെയാണ് എല്ലാം, അല്ലെ? ഇതൊക്കെ കാവ്യ സാഹിത്യം തന്നെയാണ്. അപ്പൊ ഈ സാഹിത്യം 2 വിധത്തിലുണ്ട്. സാഹിത്യം 2 ടൈപ്പ് ഉണ്ട്. ലിറ്ററേച്ചർ 2 ടൈപ്പ് ഉണ്ട്. ലിറ്ററേച്ചർ ഈസ് അബൌട്ട് 2 ടൈപ്പ്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? ഒന്ന് ഗദ്യം, ഒന്ന് പദ്യം. പ്രോസ് ആൻഡ് പോം, അല്ലെ? പ്രോസ് ആൻഡ് പോം ആണ്. പോം. അപ്പൊ പോം അല്ലെങ്കിൽ പോയത്തിൽ എന്താ ഉള്ളത്? കവിതയുള്ളത്. പ്രോസിൽ എന്താ ഉള്ളത്? സ്റ്റോറീസ് ആൻഡ് നോവൽസ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇങ്ങനെ 2 ദ്വിവിധം, 2 ടൈപ്പ് ഭവതി ഉണ്ട്. എന്ത്? ഗദ്യം പദ്യം എന്ന് 2 വിധം സാഹിത്യം ഉണ്ട്. അടുത്ത വരി നോക്കട്ടെ. തയോർമിശ്രണേന അപരാ കാചിദ് രചനാരീതിശ്ച പ്രസിദ്ധാ ഭവതി ചമ്പൂ കാവ്യമിതി നാംന. അപ്പൊ ഈ 2 ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ കഥ, അല്ലെ? കഥ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ താഴെ താഴെ കുറേ നീളമുള്ള സെന്റൻസസ് എഴുതി പോകുന്നതാണ് കഥ. കവിത അങ്ങനെയല്ല, ചെറിയ 4 വരി, 8 വരി, 12 വരി. സിനിമാ പാട്ടും നമ്മുടെ സുഭാഷിതങ്ങളൊക്കെ കവിതകളാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ കഥ അല്ലെങ്കിൽ കവിത എന്ന് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്താ പറയുന്നത്? തയോർ മിശ്രണേന. തയോ മിശ്രണേന, അത് 2ഉം ചേർന്നിട്ട്, കഥയും കവിതയും ചേർന്നിട്ട്, ഗദ്യവും പദ്യവും ചേർന്നിട്ട്, അപര വേറൊരു, അപര എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരു കാവ്യസാഹിത്യം, അപര വേറൊരു കാചിത് രചനാരീതി, കാചിത് രചനാരീതിശ്ച, കാചിത് രചനാരീതി ച, വേറൊരു എഴുത്ത് രീതിയും പ്രസിദ്ധാഭവതി ഉണ്ട്. അപ്പോ ഗദ്യമുണ്ട്,
പ്രോസ് ഉണ്ട്, പദ്യമുണ്ട്, പോയമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടും ഒരു ടൈപ്പ് ഓഫ് സാഹിത്യമുണ്ട്. കുറച്ച് പാട്ട്, കവിത, ഒരു 4 വരി കഥ, അങ്ങനെ കഥയും കവിതയും മിക്സ് ആക്കിയിട്ടൊരു സാധനമുണ്ട്. അതിനെന്താ വിളിക്കുക നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിനെന്താ വിളിക്കുക? ചമ്പൂ. എന്താ വിളിക്കുക? ചമ്പൂ എന്നാണ് വിളിക്കുക. ഇതാ ഇവിടെ എഴുതി തരാം കേട്ടോ. ചമ്പൂ. ഓക്കെ, ഈ അക്ഷരം മാ പ്ലസ് പ ആണ് കേട്ടോ. ചമ്പൂ എന്നാണ് വിളിക്കുക. ക്ലിയർ? ചമ്പൂ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്താണ്? ഒരു CHAMPOO, ചമ്പൂ ആണ്. മനസ്സിലായോ മക്കളെ? നമ്മൾ പഠിക്കാൻ പോകുന്നത് ചമ്പൂ ആണ്. നാംന, അങ്ങനെ പേരുള്ള ഒരു സാധനമുണ്ട്. അടുത്ത സെന്റൻസ് നോക്കട്ടെ. ഗദ്യപദ്യമയം കാവ്യം ചമ്പൂഹു ഇത്യസ്തി തല്ലക്ഷണം. അപ്പൊ ചമ്പൂ കാവ്യത്തിന്റെ ലക്ഷണം എന്താണ് അല്ലെ? നമ്മൾ പനിയുടെ ലക്ഷണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സിംറ്റംസ് എന്താണ്? ചമ്പൂ കാവ്യത്തിന്റെ സിംറ്റംസ് എന്താണ്? ഗദ്യപദ്യമയം കാവ്യം, അതിൽ ഗദ്യം ഉണ്ടാവും പദ്യം ഉണ്ടാവും ഈ കാവ്യത്തിൽ. അത് തന്നെയാണ് അതിന്റെ ലക്ഷണം. തല്ലക്ഷണം എന്ന് പറഞ്ഞാൽ തത്ത് പ്ലസ് ലക്ഷണം, അതിന്റെ ലക്ഷണം. തത് ലക്ഷണം, തല്ലക്ഷണം. അപ്പൊ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. രാമായണ ചമ്പൂഹു, ഭാരത ചമ്പൂഹു, നല ചമ്പൂഹു, നിരനുനാസിക ചമ്പൂഹു, രാജസൂയ ചമ്പൂഹു, വിശ്വഗുണാദർശ ചമ്പൂഹു ഇത്യാദീനി ചമ്പൂ കാവ്യാനി സംസ്കൃത സാഹിത്യേ പ്രസിദ്ധാനി ഭവന്തി. ഇങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള ചമ്പൂ കാവ്യങ്ങൾ സംസ്കൃത സാഹിത്യത്തിലുണ്ട്. വിശ്വേസ്മിൻ സർവത്രാനുഭൂയമാനം ബുഭുക്ഷാം നാമ സമസ്യാം അധികൃത്യ. ഈ നമ്മുടെ ഈ ലോകത്ത് സർവത്രാനുഭൂയമാനം, എല്ലായിടത്തും അനുഭവിക്കുന്ന, കാണാൻ പറ്റുന്ന ബുഭുക്ഷ എന്ന് പറയുന്ന സമസ്യ വലിയൊരു ഇഷ്യൂ ആണല്ലേ? ഭക്ഷണത്തിനോടുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം, അതായത് ഭക്ഷണം കിട്ടാത്ത സിറ്റുവേഷനെ, വിശപ്പ് എന്ന് പറയുന്ന, പട്ടിണി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനെ, ക്ഷുധ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു പ്രശ്നത്തെ, ആ ഒരു പ്രോബ്ലത്തെ അധികരിച്ചിട്ട്, ആധികാരികമാക്കിയിട്ട്, ബേസ് ചെയ്തിട്ട്, പട്ടിണിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, വിശപ്പിനെ ബേസ് ചെയ്തിട്ട് വിരചിതം എഴുതപ്പെട്ട ചമ്പൂ കാവ്യാംശം, ചമ്പൂ കാവ്യത്തിലെ ഒരു ഭാഗം അത്ര പഠാമഹ, ഇവിടെ നമുക്ക് പഠിക്കാം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അടുത്തത് പാഠം ആരംഭിക്കുകയാണ്. ഈ ചമ്പൂ കാവ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ കഥയും കവിതയും ഒക്കെ ചേർന്ന് ഇങ്ങനെ വരും. മക്കളെ, ഈ കഥയും കവിതയും ചേർത്ത്, അതായത് 4 വരി പാട്ട് പാടിയിട്ട് കഥ പറയുന്നതിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ അല്ലെ? നമ്മൾ യൂഷ്വലി അതിനെന്താ വിളിക്കുക? കഥാപ്രസംഗം. അപ്പോ ചമ്പൂ എന്ന് പറയുമ്പോൾ ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു മാതിരി, ഒരു മോഡലിലാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ കഥാപ്രസംഗം തുടങ്ങുമ്പോൾ കഥാപ്രസംഗം കാഥികൻ അല്ലെ? കാഥികൻ വന്നിട്ട് പറയും, മാന്യ മഹാജനങ്ങളെ, അതാ അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലും മതി അല്ലെ? അങ്ങനെയൊക്കെ കഥാപ്രസംഗം തുടങ്ങും അല്ലെ? നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലെ? കഥാപ്രസംഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ മക്കളെ? അപ്പോ ഇവിടെയും അങ്ങനെയാണ്. കഥാപ്രസംഗം തുടങ്ങുമ്പോൾ, അതായത് ചമ്പു തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ആള്, നമ്മുടെ രചയിത എന്താ പറയുന്നത്? ഭോ മിത്രാണി, അല്ലയോ മിത്രങ്ങളെ, അല്ലെ? അല്ലയോ കൂട്ടുകാരെ, പശ്യന്തു ഭോ സഹൃദയാ പുരതോ ലസത്തദ്ഗേഹം സുശാന്തമതി നിർമ്മലമുത്തമാർഹം തത്രാങ്കണം പ്രവിശതി പ്രരുദന്തമാത്മജാതം നിധായ തരുണീ സഹസാ ച കാചിത്. എന്താ പറയുന്നത്? അല്ലയോ മിത്രങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹായ് ഗായ്സ്, പശ്യന്തു, നോക്കൂ, ഭോ സഹൃദയാഹ, സഹൃദയ കലാസ്നേഹികളെ, നിങ്ങൾ ഇത് കാണുവിൻ. എന്താണ് നിങ്ങൾ കാണേണ്ടത്? അവിടെ ഒരു ഫോട്ടോ ഉണ്ടല്ലേ? നിങ്ങൾ ആ ഫോട്ടോയിലേക്ക് നോക്കൂ, നിങ്ങൾ മുമ്പോട്ട് നോക്കൂ. നിങ്ങളുടെ പുരതഹ, നിങ്ങളുടെ മുമ്പിൽ അല്ലെ? ആപ്കെ സാമനെ അല്ലെ? ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങളുടെ മുമ്പിൽ ലസത്തത് ഗേഹം, അവിടെ ഒരു ഗേഹമുണ്ട്, ഒരു വീട് കാണുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു വീട് കാണുന്നുണ്ട്. എങ്ങനത്തെ വീടാണ് നിങ്ങൾ കാണുന്നത്? സുശാന്തം അതിനിർമ്മലമുത്തമാർഹം. എങ്ങനത്തെ വീടാണ്? സുശാന്തം, വളരെ ശാന്തമായ, സൈലന്റ് ആയ, പീസ്ഫുൾ ആയ, അതിനിർമ്മലം, വളരെ നിർമ്മലമായ അല്ലെ? വളരെ എന്താ പറയാ, ശുദ്ധമായ, സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയ, ക്ലിയർ ആയ, ഒരു വേസ്റ്റോ പൊല്യൂഷനോ ഒന്നുമില്ലാത്ത, ഒരു പൊടി പോലും ഇല്ലാത്ത, അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ലൊരു വീട്. ഉത്തമാർഹം, ഉത്തമമായി നമുക്ക് അവിടെ താമസിക്കാം, അല്ലെങ്കിൽ നല്ല ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് അല്ലെ? ഇങ്ങനെ ചീപ്പായിട്ടിരിക്കുന്ന, വൃത്തികേടായിട്ടിരിക്കുന്ന, അടിക്കാതെ തുടയ്ക്കാതെ കഴുകാതെ പൊടി പിടിച്ച് ഒക്കെ ഇരിക്കുന്ന വീടൊന്നുമല്ല, നാറുന്ന വീടൊന്നുമല്ല. നല്ല ശുദ്ധമായ, സുശാന്തമായ, നല്ല സമാധാനത്തോടെ ഉറങ്ങാനൊക്കെ പറ്റുന്ന, ബഹളമൊന്നുമില്ലാത്ത ഒരു വീട് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ആ വീട് കാണുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? തത്രാങ്കണം പ്രവിശതി പ്രരുദന്തമാത്മജാതം. പ്രരുദന്തം, രോദനം ചെയ്യുന്ന, കരയുന്ന, നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ആത്മജാതം, തന്നിൽ നിന്ന് ജനിച്ച, അതായത് തന്റെ കുട്ടിയെ അല്ലെ? തന്റെ സ്വന്തം കുട്ടിയെ
നിധായ എടുത്തിട്ട് തത്രാങ്കണം പ്രവിശതി, തത്ര അങ്കണം പ്രവിശതി, ആ വീടിന്റെ മുറ്റത്തേക്ക്, തത്രാങ്കണം ആ മുറ്റത്തേക്ക്, പ്രവിശതി പ്രവേശിക്കുന്നു. ആരാ പ്രവേശിക്കുന്നത്? തരുണി സഹസാച കാചിത്, ഒരു തരുണി, ഒരു സുന്ദരിയായ യുവതി അല്ലെ, ഒരു പെൺകുട്ടി, സഹസ പെട്ടെന്ന്, ഝടിതി പെട്ടെന്ന് പ്രവേശിക്കുന്നു. ഏതോ ഒരു പെൺകുട്ടി, അതാ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു വീട് കണ്ടില്ലേ, ആ വീടിന്റെ മനോഹരമായ മുറ്റത്തേക്ക് പെട്ടെന്ന് ഒരു പെൺകുട്ടി പ്രവേശിക്കുകയാണ്. അവൾ അവളുടെ നെഞ്ചോട് ചേർത്ത് അവളുടെ സ്വന്തം കുട്ടിയെ ചേർത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യുകയാണ്? ഉറക്കെ ഉറക്കെ രുദന്തം കരയുകയാണ്. മനസ്സിലായോ? അടുത്തത് കഥ പറയുകയാണ്. വിശാലസ്യ തസ്യ ഭവനസ്യ പ്രകോഷ്ഠേ ഇതാനീം. എന്താണ്? വിശാലിന്റെ വീടാണ് അതൊന്നല്ല കേട്ടോ. വിശാലസ്യ വിശാലമായ, തസ്യ ഭവനസ്യ ആ വീടിന്റെ, പ്രകോഷ്ഠേ അതിന്റെ ഒരു എന്താ പറയാ ഹാളിൽ, വരാന്തയിൽ, ഇതാനീം യഹ കോപി നാസ്തിയേവ ന അസ്തി ഏവ, ആരും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. ആ വീടിന്റെ വരാന്തയിലോ അകത്തോ ഒന്നും ആരെയും കാണുന്നില്ല. ഈ ലേഡി, നമ്മുടെ തരുണി ഉള്ളിലോട്ട് മുറ്റത്തേക്ക് കയറിയതേ ഉള്ളൂ കേട്ടോ. കയറിയപ്പോ ആരും കാണുന്നില്ല. ഫോട്ടോയിൽ കാണുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. കഥയിൽ ആ പെൺകുട്ടി വരാനായിട്ടില്ല. കഥ തുടങ്ങുമ്പോ വീട്ടിലെങ്ങും ആരെയും കാണുന്നില്ല. കുട്ടിയാണെങ്കിൽ കിടന്ന് കരയുന്നുണ്ട്. നമ്മുടെ ലേഡി കുട്ടീനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. കണ്ടോ, നമ്മുടെ അമ്മ കുട്ടീനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ വീട്ടിന്റെ ഹാളിലും വരാന്തയിലൊന്നും ആരെയും കാണുന്നില്ല. തഥാപി വിഗലിതകേശപാശ കൃശാംഗീ സാ പരിമ്ലാനമുഖി ബുഭുക്ഷയാരുദന്തം സ്വപുത്രകം വക്ഷസ്ഥലേ നിധായ ജവേന ചത്വരം പ്രാവിശത്ത്. ആരുമില്ല, എന്നാ പിന്നെ വീട്ടിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ തിരിച്ചു പോയിട്ടില്ല. പിന്നെന്ത് ചെയ്തു? ആരുമില്ലാത്ത സ്ഥിതിക്ക് ഒന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചോ? അതും ചെയ്തില്ല. കുട്ടി കിടന്ന് കരയാണല്ലേ. അപ്പൊ കുട്ടി കിടന്ന് കരയുമ്പോ ഈ ലേഡി എന്ത് ചെയ്തു? ആരും ഇല്ല, വീട്ടിലാരും കാണുന്നില്ല. എന്നാൽ പോലും തഥാപി, അങ്ങനെ ആയിരുന്നിട്ടും ആരും കണ്ടിട്ടില്ല, എന്നാലും വിളിച്ചാൽ ചിലപ്പോ വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വിഗലിത കേശപാശ, അഴിഞ്ഞു വീണ മുടിയോട് കൂടിയുള്ള, അലസമായിട്ട് കെട്ടിവെക്കാതെ, കണ്ടോ ഫോട്ടോ കണ്ടോ, കെട്ടിവെക്കാതെ ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്ന മുടിയോട് കൂടിയവളും, കൃശാംഗി കൃശ അങ്കി വളരെ മെലിഞ്ഞ ചെറിയ ശരീരമുള്ളവളും ആയ സാ അവൾ, പരിമ്ലാനമുഖി വളരെ വിഷമം പിടിച്ച മുഖത്തോടുകൂടി, ഫേസോടുകൂടി, ബുഭുക്ഷയാരുദന്തം വിശന്ന് കരയുന്ന, വിശപ്പാൽ കരയുന്ന, ബുഭുക്ഷയ എന്ന് പറഞ്ഞാല് വിശപ്പ് അല്ലെ, ഹംഗ്രി. അപ്പൊ ഹംഗറായിട്ട് കരയുന്ന, രുദന്തം കരയുന്ന, സ്വപുത്രകം സ്വന്തം പുത്രനെ, സ്വന്തം മകനെ, സ്വന്തം മോനെ, വക്ഷസ്ഥലേ നിധായ നെഞ്ചോട് ചേർത്ത്, വക്ഷസ്ഥലം, വക്ഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ് അല്ലെ, വക്ഷസ്ഥലം മാറോട് ചേർത്തിട്ട്, നിധായ എടുത്തിട്ട്, ജവേന വേഗം തന്നെ, ചത്വരം പ്രാവിശത്ത് ആ വീട്ടിന്റെ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചു. എന്നിട്ടോ ഗൃഹം പരിതഃ നേത്രേ പ്രസാര്യ, ഗൃഹം പരിതഃ, പരിതഃ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റും അല്ലെ. ഗൃഹം പരിതഃ വീടിന്റെ ചുറ്റും, നേത്രേ പ്രസാര്യ കണ്ണോടിച്ചിട്ട്, വീടിന്റെ ചുറ്റും കണ്ണോടിച്ചിട്ട്, ഗൃഹാന്തരാളം സാകൂതം സംവീക്ഷ്യ, അന്തരാളം, ഗൃഹം അന്തരാളം വീട്ടിന്റെ അകത്തേക്ക് വളരെ സാകൂതം, വളരെ എന്താ പറയാ ആകാംക്ഷയോടെ, ശ്രദ്ധയോടെ ഇങ്ങനെ നോക്കിയിട്ട്, സംവീക്ഷ്യ നോക്കിയിട്ട്, വീട്ടിലാരും ഉണ്ടോ നോക്കുക. എന്തിനാ നോക്കുന്നത്? മോഷ്ടിക്കാനാണോ? അല്ല, വിശക്കാണ്. ആർക്ക്? കുട്ടിക്ക്. കുട്ടി പെട്ടെന്ന് കരയല്ലേ. അപ്പൊ ഒരു കുട്ടി കരയുമ്പോ അമ്മ അല്ലെ, കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ കുഞ്ഞു ചെന്ന് കരഞ്ഞിടും എന്ന് പറയുമ്പോൾ കുഞ്ഞു കരയുമ്പോൾ കുഞ്ഞിന് കൊടുക്കണ്ടേ. അപ്പൊ സ്വന്തം അമ്മയ്ക്ക് അറിയുള്ളൂ കുഞ്ഞിന്റെ വിഷമം അല്ലെ. അപ്പൊ ആരെങ്കിലും വീട്ടിലുണ്ടോ നോക്കിയിട്ട് സാ അവൾ, ഈ അമ്മ, ഉച്ചൈരേവം അവതത്, ഉച്ചൈഹി ഏവം അവതത്, ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളെ മക്കളെ, നിങ്ങളുടെ വീട്ടില് വരാറുണ്ടോ ഇങ്ങനെ എന്താ പറയാ ഭിക്ഷ ചോദിച്ചിട്ട്? ഭിക്ഷക്കാര് അല്ലെ, അവർക്ക് എന്താ പറയാ പൈസ കൊടുക്കുക, നമ്മള് ഡ്രസ്സൊക്കെ, പഴയ ഡ്രസ്സൊക്കെ കൊടുക്കുക. അങ്ങനെ പഴയ ഡ്രസ്സ് ഉണ്ടോ, എന്താ പറയാ ഭക്ഷണമുണ്ടോ, അല്ലെങ്കിൽ പൈസ ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് കുട്ടികളെ എടുത്തിട്ട് ലേഡീസ് വരാറുണ്ടല്ലേ. മുമ്പൊക്കെ കുറെ വരാറുണ്ട്, ഇപ്പൊ കുറച്ച് കുറവാണല്ലേ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമുക്കൊരു പേടിയും ഡൗട്ടൊക്കെ ഉണ്ടാവും അല്ലെ, കള്ളന്മാരാണോ വല്ലത് മോഷ്ടിക്കാൻ, അങ്ങനെയുള്ളവരുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പേടി കാരണം ശരിക്കുള്ളവരെ നമുക്ക് മനസ്സിലാവില്ല. അതായത് ശരിക്കും വിശന്ന് വരുന്നവരെയോ കുട്ടി കരയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്ന് ഭയക്കും.
പക്ഷെ ശരിക്കുള്ളവരും ഉണ്ടാവും അല്ലെ. അപ്പൊ ശരിക്കുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. കള്ളന്മാരെ നമ്മൾ സഹായിക്കാൻ നോക്കണ്ട. കള്ളത്തരമൊന്നും ഇല്ലാത്ത പാവമായിട്ടുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം. അതുപോലെ വീട്ടിൽ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിനിലും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ട്രെയിനിലൊക്കെ കുഞ്ഞിനെ എടുത്തിട്ട് ഭിക്ഷ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ കുട്ടികളും വിശപ്പെന്ന് കരയുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ നമുക്ക് സഹായിക്കാം. ഒന്നുമില്ലെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഒരു ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോ ആ ഒറിജിനൽ ജെന്യൂൻ ആയിട്ടുള്ള ഹെൽപ്പ് സീക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു അമ്മയുടെ വിശന്ന് കരയുന്ന ഒരു കുട്ടിയാണ്. ശരിക്കും ആ കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്. അവരുടെ അവസ്ഥ നമുക്ക് കണ്ടിട്ട് എന്തായാലും വിഷമം വരും. അപ്പോ അതുപോലെ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുമോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അമ്മ, സ്വന്തം മകൻ വിശന്ന് കരയുമ്പോൾ ഒരു അമ്മ വന്നിരിക്കുകയാണ് അല്ലെ. അമ്മ എന്നിട്ട് ഉച്ചത്തിൽ എന്തോ പറഞ്ഞു. വീട്ടിൽ ആരും കാണുന്നില്ല. അപ്പൊ വീട്ടുകാരെ ഇവിടെ ആരും ഇല്ലേ, ഏച്ചി അല്ലെ, അമ്മേ, അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. അമ്മ, തായേ, വല്ലതും തരണേ എന്ന് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാകും അല്ലെ. അപ്പോ നമ്മൾ ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? ഭോ മിത്രാണി, അല്ലയോ കൂട്ടുകാരെ, പശ്യന്തു ഭോ സഹൃദയാഹ, നിങ്ങൾ പശ്യന്തു നോക്കൂ. എന്താണ് നിങ്ങൾ നോക്കുന്നത്? പുരതോ ലസത്തത് ഗേഹം, മുമ്പിൽ കാണുന്ന ഈ വീട് നിങ്ങൾ നോക്കൂ. അവിടെ എന്താ, എങ്ങനത്തെ വീടാണ്? സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം, ശാന്തവും ശുദ്ധവും ഉത്തമവുമായ ഒരു വീടാണ്. തത്രാങ്കണം പ്രവിശതി, ആ വീടിന് മുറ്റത്തേക്ക് ആര് പ്രവേശിക്കുന്നു? ഒരു സ്ത്രീ. എങ്ങനെയുള്ള സ്ത്രീയാണ്? കരയുന്ന തന്റെ കുഞ്ഞിനെ, പ്രരുദന്തം ആത്മജാതം, കരയുന്ന തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിധായ തരുണി സഹസ ചകാചിത്ത്, എടുത്തുകൊണ്ട് ഒരു യുവതി പ്രവേശിക്കുന്നു. വിശാലസ്യ തസ്യ ഭവനസ്യ, വിശാലമായ ആ വീടിന്റെ പ്രകോഷ്ഠേ ഇദാനീം യഹ കോപി നാസ്ത്യവ, വരാന്തയിൽ ആരും തന്നെ ഇല്ല, അകത്ത് ആരെയും തന്നെ കാണുന്നില്ല. തഥാപി വികലിത കേശപാശ, എന്നിരുന്നാലും അഴിഞ്ഞു വീണ മുടിയോട് കൂടിയ കൃശാംഗീ സാ പരിമ്ലാനമുഖി, മെലിഞ്ഞു ദുഃഖിതയായ മുഖത്തോടു കൂടിയ ആ പെണ്ണ്, ബുഭുക്ഷയാ രുദന്തം, വിശന്നു കരയുന്ന, സ്വപുത്രകം വക്ഷസ്ഥലെ നിതായ, സ്വന്തം മകനെ മാറോട് ചേർത്ത്, ജവേന ചത്തുരം പ്രവിശത്, വേഗത്തിൽ അവൾ മുറ്റത്തേക്ക് കയറി. ഗൃഹം പരിതഹ നേത്രൈ പ്രസാര്യ, വീടും പരിസരവും കണ്ണോടിച്ചിട്ട്, ഗൃഹാന്തരാലം സാകൂതം സംവീക്ഷ, വീടിന്റെ ചുറ്റും ശരിക്കും അങ്ങനെ നോക്കിയിട്ട്, വീടിന്റെ അകത്തേക്കൊക്കെ നോക്കിയിട്ട്, സാ ഉച്ചേരേവം അവതത്, അവൾ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായോ മക്കളെ? അപ്പം അങ്ങനെയാണ് അതിന്റെ ഇത്രയും വേർഡ് ബൈ വേർഡ് മീനിങ് കേട്ടോ. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. ക്ലിയർ? നമ്മൾ ബാക്കി പറയാൻ പോവാണ്. അമ്മ എന്താ ഒച്ചത്തിൽ പറഞ്ഞത്? അമ്മ ഉച്ചത്തിൽ പറഞ്ഞതാണ് ഇനി പറയാൻ പോകുന്നത്. മാതറിയച്ചതു ഭോജ്യം മേ ക്ഷുധാരോദിതി പുത്രകഃ ബുഭുക്ഷാ തസ്യ സംഹർത്തും അശക്യാ ദേഹി ഭോജനം. അമ്മ എന്താ പറഞ്ഞത്? ഭോജനം ദേഹി ദേഹി ഭോജനം ദേഹി ദേഹി ഗൃഹാംഗണാത് ഉദ്ഭൂതാം ഹൃദയദ്രവകാരിണീം ദയനീയാം താം യാചനം ശ്രുത്വാ ഊനഷോഡശവർഷീയ കാചന ബാല അന്തരാലാത് ബഹിരാഗച്ഛത്. സാ തു വാമഹസ്തേ ദുഗ്ധചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോചാഫലം ധൃത്വാ ക്ഷിപ്രകുതുകേന ആഗതാ കാ കിമർത്ഥം സാ വിലപതീതി ജ്ഞാതുമത്ര ബഹിദ്വാരേപ്യതിഷ്ഠത് ബാല. മാതർ യച്ചതു ഭോജ്യമ്മേ, അമ്മേ എനിക്ക് എന്തെങ്കിലും തരൂ അല്ലെ, അമ്മേ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് പറഞ്ഞിട്ട്, ക്ഷുധാരോദിതി പുത്രകഃ, കൊച്ചുകുട്ടി വിശന്ന് കരയുന്നു, ബുഭുക്ഷാ തസ്യ സംഹർത്തും, ആ കുട്ടിയുടെ വിശപ്പ് സംഹരിക്കാൻ, ഇല്ലാതെയാക്കാൻ, അവന്റെ വിശപ്പ് അകറ്റാൻ, അവന്റെ വിശപ്പ് സഹിക്കാൻ വയ്യ, ആ വിശപ്പ് അകറ്റാൻ, അശക്യദേഹി ഭോജനം, ഞാൻ അശക്യാണ്, എനിക്ക് അതിനുള്ള കഴിവില്ല, ദയവായി ഭക്ഷണം തരൂ, ദേഹി തരൂ, നൽകൂ, ഭോജനം ദേഹി, ഭക്ഷണം തരൂ ദയവായി. വീട്ടുകാരെ, നാട്ടുകാരെ, അമ്മേ ഓടി വരൂ, അമ്മേ എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞ് കിടന്നു കരയുകയാണ്. അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ കഴിവില്ലാത്തവളായി പോയി, എന്നെ ദയവായി നിങ്ങൾ സഹായിക്കൂ. ഭോജനം ദേഹി ദേഹി ഭോജനം ദേഹി ദേഹി, ഭോജന അല്ലയോ ജനങ്ങളെ, ഭോജനം ദേഹി ദേഹി, ഭോജനം തരൂ ജനങ്ങളെ, എനിക്ക് ഭക്ഷണം തരൂ. ജനങ്ങളെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ എനിക്ക് ഭക്ഷണം തരൂ, വീട്ടുകാരെ എൻ്റെ മകന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് എന്തെങ്കിലും തരൂ എന്ന് ആ അമ്മ വളരെ വിഷമത്തോടെ കിടന്ന് കരഞ്ഞു. ഗൃഹാങ്കണാത് ഉദ്ഭൂതാം, വീടിന്റെ മുറ്റത്ത് നിന്ന് ഉദ്ഭൂതാം പുറപ്പെടുന്ന, ഗൃഹ അങ്കണാത് ഉദ്ഭൂതാം, വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഉദ്ഭൂതാം ഉണ്ടായ പുറപ്പെടുന്ന, ഹൃദയദ്രവകാരിണിയും, ഹൃദയത്തിനെ ഉരുക്കുന്ന അല്ലെ, ഹൃദയം ഉരുകുന്ന, ഹൃദയത്തെ അലിയിപ്പിക്കുന്ന, ദയനീയാം താം യാചനാം, വളരെ ദയനീയമായ പാവം പിടിച്ച സിമ്പത്തറ്റിക് ആയിട്ടുള്ള ആ യാചന
ആ അപേക്ഷ ശ്രുത്വ കേട്ടിട്ട്, ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് കേട്ടോ, കേട്ടിട്ട് ഊനഷോഡശ വർഷീയ കാചന ബാല, ഒരു 10-16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഏതോ ഒരു പെൺകുട്ടി, ആ വീട്ടിലത്തെ പെൺകുട്ടിയാണ്, അന്തരാലാത് ബഹിരാഗച്ചത്, വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. സാധു, അവൾ എന്ത് ചെയ്തു? അവൾ എന്തോ പറഞ്ഞു. എന്താ അവൾ എങ്ങനെയായിരുന്നു വന്നത്? അവൾ വാമഹസ്തേ ദുഗ്ധ ചഷകം, അവളൊന്നും പറഞ്ഞില്ല. അവളുടെ കയ്യിൽ എന്താ ഉള്ളത്? വാമഹസ്തേ ദുഗ്ധ ചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോചാഫലം ധൃത്വാ ക്ഷിപ്രകുതുകേന. അവൾ എന്ത് ചെയ്തു? വാമഹസ്തേ, വാമം എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈ. ദാമം എന്ന് പറഞ്ഞാൽ വലത് കൈ, വാമം എന്ന് പറഞ്ഞാൽ ഇടത് കൈ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇടത് കൈയിൽ 1 കപ്പ് പാലും ദുഗ്ധ ചഷകം, പാൽക്ക കുപ്പി, ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാല്, മിൽക്ക്, ചഷകം എന്ന് പറഞ്ഞാൽ ഒരു പാത്രം. അപ്പൊ ഒരു കയ്യിൽ പാൽപാത്രവും, ദക്ഷിണേ ഹസ്തേ വലത്ത് കയ്യിൽ എന്തായിരുന്നു? പക്വമോചാഫലം, വളരെ പഴുത്ത ഒരു പഴവും പിടിച്ചുകൊണ്ട്, ക്ഷിപ്രകുതുകേന, വളരെ പെട്ടെന്നുള്ള ഒരു കൗതുകത്തോടു കൂടി, വളരെ എന്താ പറയാ, ക്യൂരിയസ് ആയിട്ട്, ആഗത വന്ന അവൾ. എന്തിനാ അവൾ വന്നത്? കാ കിമർത്ഥം സാ വിലപതീതി, എന്തിന്, കിമർത്ഥം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കിടന്ന് കരയുന്നത്, ഇവിടെ കിടന്ന് കരയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ വന്നു. എന്തിനാണ് അവൾ കരയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ വന്ന ലേഡി, ആ വന്ന കുട്ടി അമ്മയും മകനും എന്തിനാണ് വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അകത്ത് നിന്ന് കയ്യിൽ പാലും പഴവും പിടിച്ചിട്ട് 16 വയസ്സിൽ മാത്രം താഴെ പ്രായമുള്ള ഒരു കുട്ടി പുറത്തേക്ക് വന്നു. ആ കുട്ടിക്ക് അറിയണമായിരുന്നു കിമർത്ഥം സാ വിലപതി, വിലപിക്കുക, കരയുക. എന്തിന് വിലപിക്കുന്നു? വിലപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കരയുക. എന്തിന് കരയുന്നു എന്നത് ജ്ഞാതും അത്ര, അറിയാൻ വേണ്ടിയിട്ട്. ബഹിദ്വാരേപ്യ തിഷ്ഠത് ബാല, ബഹിദ്വാരേ അപി തിഷ്ഠതി, ബഹിദ്വാരേപ്യ തിഷ്ഠത് ബാല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അതറിയാൻ വേണ്ടിയിട്ട് ബഹിഹി പുറത്തേക്ക് വന്നു. ഓക്കെ, അതറിയാൻ ഈ പെൺകുട്ടി പുറത്തേക്ക് വന്ന് നിന്നു. ഓക്കെ, ബാക്കി പിന്നീട് എന്ത് സംഭവിച്ചു നോക്കിക്കോളൂ. താം ദൃഷ്ട്വ ആഗതാ യുവതി പുനർ അവതത്ത്, അവരെ കണ്ടിട്ട്, താം ദൃഷ്ട്വ അവരെ കണ്ടിട്ട്, ആഗതാ യുവതി ഈ വന്ന പെൺകുട്ടി, പുനരവതത്ത്, പുനഃ അവതത്ത്, പുനരവതത്ത്. എന്താണ് ഈ വന്ന പെൺകുട്ടി പറഞ്ഞത്? അമ്മയും മകനെയും കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന 16 years ഓൾഡ് ആയിട്ടിരിക്കുന്ന ആ പെൺകുട്ടി എന്ത് പറഞ്ഞു? എന്തിനാ കിടന്ന് കരയുന്നത് എന്ന് ചോദിച്ചോ? നോക്കാം. ഭോജാതേ, താം ദൃഷ്ട അവളെ കണ്ടിട്ട്, ഈ പുറത്തേക്ക് വന്ന പെൺകുട്ടിയെ കണ്ടിട്ട്, യുവതി പുനരാവതത്, യുവതിയാണ് പറഞ്ഞത്. യുവതി ആരാണ്? നമ്മുടെ കുഞ്ഞിനെ എടുത്തിരിക്കുന്ന അമ്മ. അപ്പോൾ ഈ അമ്മ അങ്ങോട്ട് ചോദിച്ചു, അങ്ങോട്ട് പറഞ്ഞു. അല്ലാതെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന 16 വയസ്സുള്ള പെൺകുട്ടിയല്ല പറഞ്ഞത്, നമ്മളുടെ കുഞ്ഞിനെടുത്തിരിക്കുന്ന അമ്മയായിട്ടിരിക്കുന്ന ആ ഭിക്ഷ ചോദിച്ച് വന്ന ലേഡി, നമ്മുടെ യുവതി ഈ കുട്ടിയോട് പറഞ്ഞു, ഈ പെൺകുട്ടിയോട്, അകത്തുനിന്ന് പുറത്തേക്ക് വന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ഭോജാതേ മമ പുത്രോയം അസഹ്യയാ ക്ഷുധാ രോദിതി ഹ്യസ്തനേ രാത്രാവപി ന കിഞ്ചിദഘാദത് അനശനേനാർത്തസ്യ അർഭകസ്യൈസ്തസ്യ ലോലമിദം ജിഹ്വാഗ്രം കമലദലം ഗ്രീഷ്മാതപ ഇവ പുനഃ പുനഃ പരിശുഷ്യത്തെ തന്നിവാരയിതും കിമപി കർത്തും ന ശക്യത്തെ മയാ ദരിദ്രയാ അസ്യ ക്ഷുധാ തൃപ്ത്യർത്ഥം കിഞ്ചിദന്നം ദേഹി അഥവാ രസനാമാർദ്രയിതും ലേശം നീരം ദേഹി. തയോരേതത് ഭാഷണം ശ്രുത്വാ ബഹിരാഗതാ ഗൃഹനായിക ബാലകസ്യാസ്യ ദുർദശാം അവഗമ്യ തരളിതഹൃദയാ വിവേകശാലിനീ ചാഭവത്. സാപി മാതൃവാത്സല്യപീയൂഷവർഷണേന കൃപാമയീ സിക്ത്വാ സപുത്രാം യുവതീം ക്ഷണാദപ്യാനയത് ഗൃഹം. അസഹ്യയാ ക്ഷുധയാ വിലപന്തം തമർഭകം കമലോദരേ ഹംസശിശുമിവ സ്വഹസ്തയോഃ സാ കുടുംബിനീ ക്ഷണാദേവ സ്വീചകാര. തതസ്തം പ്രഥമമേവ പരിലാല്യ അതീവ ശുഷ്കമപി വിലോലം തസ്യ ജിഹ്വാഗ്രം ശീതലേന ജലേന ആർദ്രയിതും ആരഭത്തെ. തത് ദൃഷ്ട്വാ ഹസ്തേനൈകേന സ്വമാതരം നിവാരയന്തി സാ ബാല ഏവം അവദത്. എന്തൊരു നല്ല അവസ്ഥയാണ്. ഇപ്പൊ എന്താണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താം ദൃഷ്ട പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ഒരു വീട്ടിലെ കുട്ടിയെ കണ്ടിട്ട് കുഞ്ഞിനെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ
അത് കണ്ടിട്ട് ആഗതാ യുവതി പുനരവതത്ത്, നമ്മുടെ വന്ന ഭിക്ഷ ചോദിച്ച് വന്ന യുവതി പിന്നെ പറഞ്ഞു. എന്താ പിന്നെ പറഞ്ഞത്? ഭോജാതേ, എൻ്റെ പൊന്നുമോളെ, അല്ലയോ മകളെ, അല്ലയോ 16 വയസ്സുള്ള പെൺകുട്ടി, അല്ലയോ മോളെ, മോളെ, എൻ്റെ മോളെ, മമ പുത്രോയം, അയം മമ പുത്ര, എൻ്റെ ഈ പുത്രൻ, അസഹ്യയാ ക്ഷുധാരോദിതി, അസഹ്യയാ സഹിക്കാൻ പറ്റാതെ, എന്ത് സഹിക്കാൻ പറ്റാതെ? ക്ഷുധ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ. ക്ഷുധ എന്ന് പറഞ്ഞതാണ് വിശപ്പ്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ രോദിതി, കരയുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റാതെ എൻ്റെ ഈ മകൻ കരയുകയാണ്. ഹ്യസ്തനേ രാത്രാവപി ന കിഞ്ചിതഘാതത്. ഹ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ അല്ലെ. ഇവൻ ഇതാണോ ഹ്യ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇന്നലെ രാത്രി മുതൽ തന്നെ ഹ്യ രാത്രാവപി, ഇന്നലെ രാത്രി മുതൽ തന്നെ ന കിഞ്ചിത് അഘാതത്ത്, ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതലേ എൻ്റെ ഈ പൊന്നുമോൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇവൻ ഇന്നലെ തന്നെ രാത്രി തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ മുതൽ എൻ്റെ ഈ കുഞ്ഞു വാവ പട്ടിണിയാണല്ലേ. കുഞ്ഞു വാവ, നമുക്കൊക്കെ വേണമെങ്കിൽ ഒരു ദിവസം രാത്രി പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, കുറച്ച് വലിയ മക്കളായി അല്ലെ. പക്ഷെ കുഞ്ഞു വാവയ്ക്ക് വിശക്കൂലേ അല്ലേ. അപ്പൊ ഈ കുഞ്ഞു വാവ ഇന്നലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല. അനശനേനാർത്തസ്യ അർഭകസ്യൈസ്തസ്യ, അപ്പോ ഇന്നലെ മുതലേ ഒന്നും കഴിക്കാത്ത എൻ്റെ അർഭകൻ, എൻ്റെ ഈ മകന്റെ, വിശപ്പ് കാരണം കരയുന്ന എൻ്റെ ഈ മകന്റെ, അനശനേന ഒന്നും കഴിക്കാതെ, ആർത്തനായിട്ട്, ആർത്തവിലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോരുമില്ലാതെ, ആശ്രയമില്ലാതെ ദുഃഖിച്ച് വിഷമിച്ച് കരയുന്ന അല്ലെ, അങ്ങനെ ആർത്തവിലാപം, വളരെ വിഷമിച്ച് ആർത്തവിലാപം ചെയ്യുന്ന, അനശനെ അശനം ചെയ്യാതെ, ഭക്ഷണം കഴിക്കാതെ ആർത്തവിലാപം ചെയ്യുന്ന അർഭകം എൻ്റെ ഈ മകന്റെ തസ്യ, അവന്റെ, ആ കുഞ്ഞിന്റെ, എൻ്റെ മകന്റെ കുഞ്ഞിന്റെ, ലോലമിതം ജിഹ്വായം, ലോലമായിട്ടിരിക്കുന്ന, സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, ഇതം ജിഹ്വ, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്, ടങ്. അപ്പോൾ എൻ്റെ കുഞ്ഞിന്റെ ഈ ലോലമായിരിക്കുന്ന നാക്കിൽ, എൻ്റെ കുഞ്ഞിന്റെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നാവിൽ എന്ത് ചെയ്യണം? കമലദലേ ഗ്രീഷ്മാതപ, ആ നാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എൻ്റെ കുഞ്ഞിന്റെ നാവ് ഇപ്പൊ എങ്ങനെയായിരിക്കുന്നത്? കമലദലേ, കമലദലം എന്ന് പറഞ്ഞിട്ട് സിനിമയൊക്കെ ഉണ്ട് അല്ലെ. ദലം എന്ന് പറഞ്ഞാല് ഇതൾ, എന്താ പറയാ, പെറ്റൽ അല്ലെ, ഇതൾ, നമ്മുടെ പൂവിന്റെ ഇതൾ. അപ്പൊ കമലം എന്ന് പറഞ്ഞാൽ താമര, ലോട്ടസ്. അപ്പൊ താമരയുടെ ഇതള് പോലെ, ലോട്ടസിന്റെ അതിന്റെ ഇതള്, പെറ്റൽസ് പോലെ, താമരയുടെ ദലം പോലെ, ദലം എന്ന് പറഞ്ഞാൽ ഇതൾ. അപ്പൊ താമരയുടെ ദലം പോലെ ഉള്ള എൻ്റെ കുഞ്ഞിന്റെ നാവില് ഈ താമരയുടെ ഇതളിന് എന്ത് പറ്റി? ഗ്രീഷ്മാതപം, ആതപം, ചൂട്. ഗ്രീഷ്മം എന്ന് പറഞ്ഞാല് വേനൽക്കാലം, ചൂടുകാലം. വേനൽക്കാലത്തെ ചൂടിന്റെ പ്രത്യേകത എന്താണ്? സൺബേൺ അല്ലെ. സൺബേൺ അടിക്കും, നമ്മൾ സൺസ്ക്രീൻ ഒക്കെ തെച്ചിട്ട് പോകുന്ന അല്ലെ. അപ്പോൾ മഴക്കാലത്ത് തന്നെ വെയിൽ വന്നാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം മഞ്ഞുകാലം വരാൻ പോവാ, ഇപ്പോഴും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയ വെയിലടിച്ച് നമ്മൾ സൺബേൺ അടിക്കും. അപ്പോൾ ചൂട് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലെ ചൂട് അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഗ്രീഷ്മകാലത്തെ, സീസണിലെ, സമ്മർ സീസണിലെ ചൂടേറ്റ് താമര ഇതൾ വാടുന്നത് പോലെ അല്ലെ. താമര ഇല ഗ്രീഷ്മ ചൂട് ഏൽക്കുന്നത് പോലെ, ഇതൾ പോലെ, താമര ഇലയല്ല, താമരയുടെ ഇതൾ പോലെ, ദലം പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞിന്റെ നാവും ഗ്രീഷ്മാതപം, ചൂടേറ്റ പോലെ, സമ്മറിലെ ചൂടേറ്റ പോലെ, അതുപോലെ പുനഃ പരിശുഷ്യതേ, ശോഷിച്ചു പോകുന്നു, ഉണങ്ങിപ്പോകുന്നു. എൻ്റെ മകന്റെ നാവ് വറ്റി വരണ്ട് ഉണങ്ങിപ്പോകുന്നു. എൻ്റെ മകന് എന്ത് വേണം? തന്നിവാരയിതും, അത് മാറ്റാൻ, ആ നാവ് വരണ്ട് പോയ ആ നാവിന്റെ വരൾച്ച മാറ്റാൻ, കിമപി കർത്തും ന ശക്യതേ, എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ അശക്തിയാണ്, ഞാൻ കഴിവില്ലാത്തവളാണ്. ഞാൻ എന്തുകൊണ്ടാണ് കഴിവില്ലാത്തവൾ? ഞാൻ ആരാണ്? ഐ ആം പൂവർ. ഞാൻ ആരാണ്? മയാ ദരിദ്രയ, ഞാനൊരു പാവപ്പെട്ടവളാണ്, ഞാൻ ദരിദ്രയാണ്, എനിക്ക് പൈസ ഇല്ല. എൻ്റെ മകന് പാലും പഴവും ബിസ്ക്കറ്റും ഹോർലിക്സ് ഒന്നും വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് ദരിദ്രയായ എന്നയ്ക്ക് ഞാൻ എന്തൊരു പാപിയാണ്. സ്വന്തം മകൻ വിശന്ന് കരയുമ്പോൾ അവന്റെ നാവിൽ, വറ്റി വരേണ്ട നാവിൽ ഒരു തുള്ളി വെള്ളം ഒട്ടിച്ചു കൊടുക്കാൻ പോലും കഴിവില്ലാത്തവളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള എൻ്റെ മകന് അസ്യ ക്ഷുധാതൃപ്ത്യർത്ഥം, അവന്റെ വിശപ്പ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി,
കിഞ്ചിത് അന്നം ദേഹി, കുറച്ച് ഭക്ഷണം തരൂ, കുറച്ച് അന്നം തരൂ, എൻ്റെ മോന് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തായോ, ഞാൻ കഴിവില്ലാത്തവളാണേ, ഞങ്ങൾ ബംഗാൾ കട സാധാ കൃഷി കുടുംബാഹ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, പാവപ്പെട്ട ഞങ്ങൾക്ക്, എൻ്റെ മകൻ്റെ ലോല നാവ് നിങ്ങൾ കാണുന്നില്ലേ, വെള്ളം പോലും കുടിക്കാതെ അവൻ ഇന്നലെ രാത്രി മുതൽ വിശന്ന് കരയാണ്, അവൻ്റെ നാവിന് നനയ്ച്ചു കൊടുക്കാൻ കുറച്ച് വെള്ളമെങ്കിലും തരൂ, അവൻ്റെ വിശപ്പ് മാറ്റാൻ കുറച്ച് അന്നമെങ്കിലും തരൂ, കിഞ്ചിത് അന്നം ദേഹി, തന്നാലും പ്ലീസ് ഗിവ്, ഇവന്റെ വിശപ്പ് മാറ്റാൻ കുറച്ച് അന്നം തരൂ, അഥവാ അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യേണ്ടത്, രസനാമാർദ്രയിതും ലേശം നീരം ദേഹി, അല്ലെങ്കിൽ നാവിൽ നനയ്ക്കാൻ കുറച്ച് വെള്ളമെങ്കിലും തരൂ, ഭക്ഷണം വേണ്ട, അന്നം ഇല്ലെങ്കിൽ വേണ്ട, ചോറും കറിയൊന്നും ഇല്ലെങ്കിൽ വേണ്ട, അവന്റെ നാവ് വരണ്ടിരിക്കുകയാണ്, അവന്റെ തൊണ്ട വരണ്ടിരിക്കുകയാണ് അല്ലേ, ആ വെള്ളം എന്റെയും തൊണ്ട വരണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊണ്ട വരണ്ടിരിക്കുന്ന, നാവ് വരണ്ടിരിക്കുന്ന, ജിഹ്വ വരണ്ടിരിക്കുന്ന, രസന വരണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞിന്റെ രസന, നാവ്, രസന എന്ന് പറഞ്ഞാൽ എന്താണ്, നാവ്, എൻ്റെ കുഞ്ഞിന്റെ നാവിലെ ആർദ്രത, നനവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേശം കുറച്ച് നീരം ദേഹി, നീര് തരൂ, വെള്ളം തരൂ എന്ന് അമ്മ വിഷമിച്ച് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? ഇത്രയും വായിച്ചു. പിന്നെന്ത് സംഭവിച്ചു? തയോരേതത് ഭാഷണം അല്ലെ, തയോരേതത് ഭാഷണം ശ്രുത്വ. അപ്പോൾ അവരുടെ ഈ ഒരു വർത്തമാനം കേട്ടിട്ട്, അവരുടെ ഈ വർത്തമാനം, ഈ സംഭാഷണം കേട്ടിട്ട്, ആരുടെ, ഈ കുഞ്ഞിനെ എടുത്തിട്ട് വന്ന പുറമേ നിന്ന് വന്ന യുവതിയുടെയും ആ വീട്ടിലുള്ള 16 വയസ്സുള്ള കുട്ടിയുടെയും തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ ആര് കേട്ടു? വീട്ടിന്റെ അകത്ത് ഒരാൾ കൂടി ഉണ്ട്. ആര് കേട്ടു? ഈ 16 വയസ്സുള്ള കുട്ടിയുടെ അമ്മ. പുറത്തൊരു അമ്മയും കുട്ടിയും നിൽക്കുന്നു, അമ്മയും മോനും നിൽക്കുന്നു, വരാന്തയിൽ ഒരു മോള് നിൽക്കുന്നു, ആ മോളുടെ അമ്മ അകത്തുണ്ട് അല്ലെ. നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ഈ കുട്ടിയുടെ അമ്മ ഇവിടെ അകത്തുണ്ട്. അപ്പോൾ ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ഈ കുഞ്ഞിന്റെ വർത്തമാനം കേട്ടിട്ട് മൂന്നാമതൊരാൾ വരികയാണ്, അകത്തുള്ള അമ്മ വരികയാണ്, ആ വീട്ടുകാരിയായ ലേഡി വരികയാണ്. വീട്ടുകാരിയായ ലേഡി വന്നിട്ട് എന്ത് ചെയ്തു? ബഹിരാഗത ഗൃഹനായിക, ബഹിഹി ആഗത, പുറത്തേക്ക് വന്ന ഗൃഹനായിക, വീട്ടമ്മ. ഇവരുടെ വർത്താനം കേട്ടിട്ട് എന്താ അവിടെ ഒരു ബഹളം എന്ന് പുറത്തേക്ക് ഒച്ച കേട്ടിട്ട് അകത്തുള്ള ആ അമ്മ പുറത്തേക്ക് വന്നു. പുറത്ത് വന്ന വീട്ടമ്മ ബാലകസ്യാസ്യ ദുർദശാം, അസ്യ ബാലകസ്യ, ഈ ബാലകന്റെ ദുർദശ, കഷ്ടപ്പാട്, അവസ്ഥ കണ്ടിട്ട്, ഈ ബാലകന്റെ കഷ്ടം കണ്ടിട്ട്, അവഗമ്യ, അറിഞ്ഞിട്ട്, ആ ബാലകന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട്, തരളിത ഹൃദയ, തരളിതരാവിൽ മയങ്ങിയോ അല്ലെ, ഇളകുന്ന മനസ്സോട് എന്ന് പറഞ്ഞാൽ ചഞ്ചല ചിത്തയായി, അവളുടെ ഹൃദയം ഷെയ്ക്കായി, ഇളകി, വിഷമം വന്നിട്ട് ആകപ്പാടൊക്കെ വെപ്രാളായി പോയി. ആ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് വന്ന വീട്ടമ്മയ്ക്കും ബേജാറായി, വിഷമായി, തരളിത ഹൃദയായി, അവളുടെ ഹൃദയത്തിൽ ഇളക്കം സംഭവിച്ചു, ദുഃഖം ഉണ്ടായി. അവൾ എന്ത് ചെയ്തു? വിവേകശാലിനി ചാഭവത്ത്, അവൾ വിവേകശാലിനി ആയിത്തീർന്നു. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിവ് അല്ലെ, ഡിസ്റ്റിംഗ്വിഷിംഗ് പവർ ആണ് അല്ലെ. ബുദ്ധി വേറെ, വിവേകം വേറെ. ബുദ്ധി ഉണ്ടായതുകൊണ്ട് വിവേകം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ശരിയും തെറ്റും, നല്ലതും പൊട്ടും തിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം, വിവേകം. അപ്പോ വിവേകശാലിനി, വിവേകമുള്ള, ബുദ്ധിയും വിവരവുമുള്ള, തിരിച്ചറിവുള്ളവളായിട്ട് അവൾ മാറി. ചാഭവത്ത്, ആയിത്തീർന്നു. അവൾക്ക് തലയ്ക്കകത്ത് ആൾതാമസമുണ്ട്. ബോധവും ബുദ്ധിയുമുള്ള ആ പെണ്ണ് സാവി മാതൃവാത്സല്യ പീയൂഷ വർഷണേന കൃപാമയി. മാതൃവാത്സല്യം, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളുടെ പീയൂഷം, അമൃതം, അമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വത്സലതയുടെയും പീയൂഷം, അമൃതം ഏറ്റ് നനയുന്ന, വർഷണേന, അത് മഴയായി പെയ്യുകയാണ്. അമ്മയുടെ വാത്സല്യവും സ്നേഹവുമൊക്കെ ഒരു അമൃതമഴയായി പെയ്യുകയാണ്. അങ്ങനെയുള്ള വർഷത്താൽ, മഴയാൽ കൃപാമയി, കൃപയോടുകൂടിയവളായ സിക്രകൃത്വാ സപുത്രാം യുവതീം ക്ഷണാദപ്യാനയത് ഗൃഹം, അങ്ങനെയുള്ള കൃപാമയായി സിക്തത്വ, ആ അമ്മയുടെ മാതൃവാത്സല്യത്താൽ അമ്മയുടെ നെഞ്ചോട് പറ്റിക്കിടക്കുന്ന ആ കുഞ്ഞിനെയും, സപുത്രാം യുവതിയും, ആ യുവതിയെയും എന്ന് പറഞ്ഞാൽ ആ അമ്മയെയും മകനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയെയും ആ കുഞ്ഞിനെയും രണ്ടുപേരെയും ക്ഷണാത്, പെട്ടെന്ന് തന്നെ, വേഗത്തിൽ, ആ നിമിഷത്തിൽ, അപ്യാനയത് ഗൃഹം, ആനയത് ഗൃഹം, ക്ഷണാദപി ആനയത് ഗൃഹം, വീട്ടിലേക്ക് ആനയിച്ചു. ബാ മോളെ, ബാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഇത്രയും പറഞ്ഞിട്ടോ. ഇനി ആ പേജിൽ ഈ പാരഗ്രാഫ്, അസഹ്യയാ മുതൽ ഏവം അവദത് വരെ നോക്കുക. അസഹ്യയാ ക്ഷുധയാ
ക്ഷുധ അസഹ്യയ, ക്ഷുധയാ അസഹ്യയ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ എന്ത് ചെയ്യാണ് കുട്ടി? വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണോ? അല്ല, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വിശപ്പ് സഹിക്കാൻ പറ്റാതെ വിലപന്തം, വിലപിക്കുക, കരയുക, തമർഭകം, ആ കുട്ടിയെ, സ്വന്തം മകനെ, കമലോദരേ ഹംസ ശിശുമിവ, കമലോദരേ, താമരയിലയിൽ ഹംസത്തിന്റെ ശിശു എന്ന പോലെ, ഹംസം നമുക്കറിയാലോ, സ്വാൻ, അരയന്നം അല്ലെ, ഹംസത്തിന്റെ കുട്ടി താമരയിലയിൽ എന്ന പോലെ, സ്വഹസ്തയോഹോ, സ്വന്തം കൈകൾ കൊണ്ട് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി, സാ കുടുംബിനി, ആ വീട്ടമ്മ, ക്ഷണാദേവ, വളരെ ക്ഷണനേരം കൊണ്ട് സ്വീജകാര, എടുത്തു, സ്വീകരിച്ചു, തതസ്തം പ്രഥമമേവ പരിലാല്യ, എന്നിട്ട് എന്ത് ചെയ്തു? എടുത്തിട്ട് വളരെ നിമിഷം കൊണ്ട് എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം എന്ത് ചെയ്തു? കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ചു കൊടുക്കും? ഇല്ല, ആദ്യം ഒന്ന് അതിനെ ലാലിച്ചു അല്ലേ? അതിനെ പരിലാല്യ, അതിനെ ലാലിച്ചിട്ട്, അതിനെ ലാലിക്കുക, ലാലന, പരിലാല്യ, അതിനെ ലാലിച്ചിട്ട്, ലാലന, പരിലാല്യ, അതിനെ ലാലിച്ചിട്ട്, ആദ്യം തതസ്തം, തതഃ തം, പ്രഥമം ഏവ, ആദ്യം തന്നെ ആ തതഃ, അതിനെ തം ലാലിച്ചിട്ട്, ആ കുട്ടി എടുത്തിട്ട് ഒന്ന് കൊഞ്ചിച്ചിട്ട് എന്ത് ചെയ്തു? അതീവ ശുഷ്കമപി, വളരെ ശോഷിച്ച, അതീവ ശുഷ്കമപി, വളരെയധികം ശോഷിച്ച, വിലോലം തസ്യ വിലോലം ജിഹ്വാഗ്രം, ആ കുഞ്ഞിന്റെ, അവന്റെ മൃദുലമായ, വിലോലമായ അല്ലെ, വിലോലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലോലമായ, സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ജിഹ്വാഗ്രം, ജിഹ്വയുടെ അഗ്രം, നാവിൻ തുമ്പിൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നാവിന്റെ തുമ്പിൽ, അറ്റത്ത്, നാവിന്റെ ടങ്ങിന്റെ ടിപ്പിൽ, ടങ് ടിപ്പിൽ എന്ത് ചെയ്തു? ശീതലേന ജലേന, ശീതലമായിരിക്കുന്ന, തണുത്ത, നല്ല ശീതലമായ, തണുത്ത ജലം, ശീതലമായിട്ടിരിക്കുന്ന ശീതലേന ജലേന, മൃദുലമായ ആ കുഞ്ഞിന്റെ നാവിന്റെ തുമ്പിൽ തണുത്ത വെള്ളത്താൽ, ശീതലേന ജലേന, നല്ല വെള്ളത്താൽ എന്ത് ചെയ്തു? ആർദ്രയിത്തും ആരഭതേ, നനയ്ക്കാൻ തുടങ്ങി. കുഞ്ഞിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുഞ്ഞിന് ചെറിയ വാവയാണ്, ആ വാവയ്ക്ക് എങ്ങനെയാ ഭക്ഷണം വെള്ളമാക്കി കൊടുക്കുക? ഒരു കുപ്പി ബോട്ടിലെടുത്തിട്ട് വായിലേക്ക് കമഴ്ത്തി കൊടുക്കുവോ? ഇല്ല. ഒരു ജഗ്ഗും ഗ്ലാസും കൊടുത്തിട്ട് എന്നാ മോനെ വെള്ളം കുടിച്ചോന്ന് പറയോ? ഇല്ല. ലേശം ഒരു തുണിയിലൊക്കെ വേണമെങ്കിൽ തുണിയിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ സ്പൂണൊക്കെ എടുത്തിട്ട് ഇറ്റിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും അല്ലെ, പാലൊക്കെ കൊടുക്കുന്ന കുപ്പിയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ അതിന്റെ നാവിൻ തമ്മിൽ കുറച്ചായിട്ട് വെള്ളം ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ചെയ്യുന്ന പ്രായമുള്ള കുട്ടിയാണ് അല്ലെ. സ്പൂൺ ഫീഡിങ് ചെയ്തു. അത്രയ്ക്ക് ആ കുട്ടിയുടെ നാവ് വിശന്ന് ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ആ കുട്ടിയുടെ നാവിൻ തുമ്പിൽ ആർദ്രമായിട്ട് നനച്ചുകൊണ്ട് വെള്ളം തൊട്ട് കൊടുക്കാൻ ആരംഭിച്ചു. ആരഭതേ എന്ന് പറഞ്ഞാണ് ആരംഭിച്ചു. തത് ദൃഷ്ട്വാ, അത് കണ്ടിട്ട്, ആ കുട്ടിക്ക് നാവിൻ തുമ്പിൽ വെള്ളം തൊട്ട് കൊടുക്കുന്നത് കണ്ടിട്ട്, ഹസ്തേന ഏകേന ഒരു കൈ കൊണ്ട്, സ്വമാതരം നിവാരയന്തി, സ്വന്തം അമ്മയെ തടഞ്ഞുകൊണ്ട്. ആരെ സ്വന്തം അമ്മയെ തടഞ്ഞത്? സാ ബാല, ആ പെൺകുട്ടി, 16 വയസ്സുള്ള. ആദ്യം എന്താ ഇവിടെ പ്രശ്നം? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരാ നിങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം പാലും പഴവും കൊണ്ട് വന്ന ആ മോളില്ലേ, ഇപ്പൊ മോളുടെ അമ്മയുള്ള ആ മോള് ഈ അമ്മയെ തടഞ്ഞു. അതായത് സ്വന്തം അമ്മ പുറത്തുനിന്ന് വന്ന ആ അമ്മയുടെ കുഞ്ഞിന് വെള്ളം കൊടുക്കുമ്പോൾ ഈ മോള് അവളുടെ അമ്മയെ കൈക്കരി പിടിച്ചു. എന്തിനാ കൈക്കരി പിടിച്ചത്? എനിക്കും വേണം വെള്ളം എന്ന് പറയാനാണോ? നമുക്ക് നോക്കാം. എന്തോ ആ പെൺകുട്ടി പറഞ്ഞു. എന്താ പെൺകുട്ടി പറഞ്ഞത്? അങ്ങനെ വഴിയെ പോകുന്നവർക്കൊന്നും എന്റെ വീട്ടിലെ വെള്ളം കൊടുക്കണ്ട അമ്മേ, എനിക്കിഷ്ടമല്ല, അങ്ങനെയാണോ കുട്ടി പറഞ്ഞത്? അല്ല. അപ്പോ ആ കുട്ടി എന്താ പറഞ്ഞത്? മാമാ ജലേന ജനനി പ്രദതാതു ശീഘ്രം ക്ഷീരം മദീയം അധുന ചഷകസ്ഥിതം തേ. മോൾ എന്താ പറഞ്ഞത് സ്വന്തം അമ്മയോട്? അമ്മേ, അരുത്, വെള്ളം കൊണ്ടല്ല, ജലേന, വെള്ളം കൊണ്ട് അരുത്, വെള്ളമല്ല കുട്ടിക്ക് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? ശീഘ്രം പ്രദതാതു, വേഗം കൊടുക്ക്. എന്താ കൊടുക്കേണ്ടത്? വേഗം വെള്ളമാണോ? അല്ല, ക്ഷീരം, പാല് കൊടുക്ക്. അമ്മ എന്ത് മണ്ടത്തരാണ് അമ്മ ഈ കുഞ്ഞി കരഞ്ഞിട്ട് വരുന്ന കുഞ്ഞിനെ നാല് വെള്ളം കൊടുത്തോണ്ടിരിക്കുക. ആ കുഞ്ഞിന് നല്ലോണം വിശക്കുന്നുണ്ടാവില്ലേ? പാല് കൊടുക്ക്. കുഞ്ഞിന് വെള്ളം കൊടുക്കണ്ടേ? കുഞ്ഞിന് പാലല്ലേ കൊടുക്കണ്ടേ? അപ്പൊ ഈ പെൺകുട്ടി എന്താ പറഞ്ഞത്? അരുതരുതമ്മേ, ജനനി എന്ന് പറഞ്ഞാണ് ജനനി എന്ന് പറഞ്ഞാണ് അമ്മ. അരുതമ്മേ, ജലേന വെള്ളം കൊണ്ടല്ല,
പ്രദദാതു കൊടുക്കൂ, ശീഘ്രം വേഗം കൊടുക്കൂ. എന്ത്? ക്ഷീരം, പാല്. ക്ഷീരം എന്ന് പറഞ്ഞാൽ എന്താണ്? പാല്. മാമാ ജലേന ജനനി, അരുതരുത് വെള്ളം കൊണ്ടല്ല അമ്മേ. പ്രദദാതു ശീഘ്രം ക്ഷീരം, ക്ഷീരം ശീഘ്രം പ്രദദാതു, വേഗം വെള്ളം കൊടുക്കൂ. വേഗം വെള്ളമല്ല, പാല് കൊടുക്കൂ. മദീയ മധുന ചഷകസ്ഥിതം തേത, എന്റെ കയ്യിൽ ഇപ്പോൾ പുതിയ ഒരു പാല് ഞാൻ പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന ഈ പാത്രത്തിൽ പാലുണ്ട്, എന്റെ പാത്രത്തിലുള്ള ഈ പാല് കൊടുക്കൂ. പീത്വാ ജവേന, കുടിച്ചിട്ട്. ജവേന വേഗത്തിൽ കുടിച്ചിട്ട്. നോക്കിയേ, പീത്വാ ജവേന വിരലാപ്യനുജസ്യ ജിഹ്വാ പൂർവേവ വർഷതു സദാ രസതാം സുവാണീം. പീത്വാ ജവേന, ജവേന വേഗം തന്നെ, വളരെ പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട്. ജവേന പീത്വാ കുടിച്ചിട്ട്. വിരലാപ്യനുജസ്യ ജിഹ്വാ, വിരലാപ്യനുജസ്യ ജിഹ്വാ എങ്ങനെയാ മുറിക്കുക? വിരലാ അപി അനുജസ്യ, വിരളമായിട്ട്, വളരെ റയറായിട്ട് ആണെങ്കിൽ പോലും. അനുജസ്യ ജിഹ്വ, അനുജന്റെ നാവ്. വിരള, ഇവിടെ വിരള എന്നാണ്. അനുജന്റെ നാവ് വളരെ വിരളമായിട്ട് ആണെങ്കിൽ പോലും. അനുജസ്യ അനിയൻ അല്ലെ, ബ്രദറിന്റെ, ഈ കുഞ്ഞു വാവയുടെ, എന്റെ അനിയനാണ് അവൻ അല്ലെ. 16 വയസ്സുള്ള പെണ്ണിന്റെ അനിയൻ, അത്രയും പ്രായമൊക്കെ ഉള്ളൂ. സ്വന്തം അനിയൻ എന്നല്ല, അനിയൻ. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഈ കുട്ടിയും എന്റെ അനിയനെ പോലെയാണ്. അപ്പോൾ വിരളമായിട്ടാണെങ്കിലും ഈ അനുജൻ വാവയുടെ, ഈ വാവയുടെ നാവിന്റെ തുമ്പിൽ നിന്നും, ജിഹ്വ നാവിന്റെ തുമ്പിൽ നിന്നും, പൂർവേവ വർഷത്തു മുമ്പത്തെ പോലെ വർഷിക്കട്ടെ, പണ്ടത്തെ പോലെ വർഷിക്കട്ടെ. എന്ത് വർഷിക്കട്ടെ? അവന് വേഗം പാല് കൊടുക്ക്. അവൻ എന്ത് ചെയ്യട്ടെ? രസതാം സദാ സുവാണി, സംസാരിക്കട്ടെ. വാണി വാക്കുകൾ, സുവാണി നല്ല വാക്കുകൾ. രസതാം രസം പിടിപ്പിക്കുന്ന നല്ല രസമുള്ള വാക്കുകൾ. സദാ ഓൾവേസ് എപ്പോഴും. പൂർവ ഏവ കഴിഞ്ഞ ദിവസത്തെ പോലെ, മുമ്പത്തെ പോലെ. അല്ലെങ്കിൽ ഇവൻ ഭക്ഷണം കഴിച്ചാൽ ഇവൻ കുട്ടി നല്ലോണം സംസാരിക്കും അല്ലെ, നല്ല ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇവൻ ബാക്കി സമയത്ത് ചിരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വിശന്ന കൊണ്ടാണ് കരയുന്നത്. അപ്പോ വേഗം തന്നെ പാല് കൊടുക്കും അമ്മേ. എന്റെ അനിയൻ എന്ത് ചെയ്യട്ടെ? മുമ്പത്തെ പോലെ ചിരിച്ചു കളിച്ച് വർത്താനം പറയട്ടെ. അവന്റെ കൊഞ്ചലും അവന്റെ കുഞ്ഞു നാവിൽ നിന്ന് വരുന്ന അമ്മേ എന്നുള്ള വിളിയും ഒക്കെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ എപ്പോഴും നല്ല ശബ്ദത്തോടെ, മധുരത്തോടെ എൻ്റെ അനിയൻ കുട്ടി കൊഞ്ചട്ടെ. അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കാണ്ട് പോയിട്ട് പാല് കൊടുക്കുക എൻ്റെ അമ്മേ എന്ന് ഈ മകൾ അമ്മയോട് പറഞ്ഞു. മനസ്സിലായോ? കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചമ്പു, വിശപ്പ് അറിവിനെ കൊടുക്കുന്നു എന്ന് പേരുള്ള, ക്ഷുധാ ജ്ഞാനപ്രദായിനി എന്ന് പേരുള്ള ഈ ഒരു ചമ്പു അവസാനിക്കുന്നത്. നല്ല സ്റ്റോറി അല്ലേ? അപ്പോൾ നല്ലൊരു ചമ്പു നമ്മൾ പഠിച്ചു. ഇനി ഇതിലുണ്ടായിരുന്ന വാക്കുകളുടെ പദച്ഛേദം നമുക്ക് നോക്കാം. തത്രാങ്കണേ, തത്ര പ്ലസ് അങ്കണേ, അവിടുത്തെ ആ മുറ്റത്തിൽ. അങ്കണേ എന്ന് പറഞ്ഞാൽ ആ വീട്ടുമുറ്റത്തിൽ. കോപി, കഹ പ്ലസ് അപി, ആരും തന്നെ. നാസ്തിയേവ ഇല്ല, ന അസ്തി ഏവ, ന അസ്തി ഏവ, നാസ്തി ഏവ, ആരും തന്നെ ആ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചൈരേവം അവതത്, വന്ന കുഞ്ഞിനെയും കൊണ്ട് വന്ന ലേഡി എന്ത് ചെയ്തു? യുവതി എന്ത് ചെയ്തു? ഉച്ചൈരേവം അവതത്ത്, ഉച്ചൈഹി ഏവം അവതത്ത്, ഉച്ചത്തിൽ ഇങ്ങനെ അവതത്ത് പറഞ്ഞു. ഈ വാക്കുകൾ വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പം മനസ്സിലാവും. മാതര്യച്ചതു, മാതഹ യച്ചതു. അപ്പൊ ഇത് രണ്ടും സന്ധി ചേരുമ്പോൾ മാതര്യച്ചതു. ഓക്കെ, മാതഹ കൂട്ടണം, യച്ചതു ആണ്. മാതര്യച്ചതു. ബഹിരാഗച്ഛത്, ബഹിഹി ആഗച്ഛത്, ബഹിരാഗച്ഛത്. ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാല, ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാല, ബഹിഹി ദ്വാരേ അപി അതിഷ്ഠത് ബാല, ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാല, ബഹിഹി പുറത്ത്, ദ്വാരേ വാതിലിന്റെ പുറത്തേക്ക് വന്നു നിന്നു, അതിഷ്ഠത് വന്നു നിന്നു. ആര്? ബാല പെൺകുട്ടി. എന്നിട്ടോ പുനരവതത്ത്, പുനഃ പ്ലസ് അവതത്ത്, പുനരവതത്ത്. പുത്രോയം, പുത്രഃ അയം, പുത്രഃ പ്ലസ് അയമാണ് പുത്രോയം. ഈ മകൻ, എൻ്റെ ഈ മകൻ. രാത്രാവപി, രാത്രൗ പ്ലസ് അപി, കഴിഞ്ഞ രാത്രി മുതൽ തന്നെ, രാത്രികളിൽ. രാത്രൗ അപി, രാത്രി മുതൽക്കേ ഒന്നും കഴിച്ചിട്ടില്ല അല്ലെ. കിഞ്ചിത്ത്, കിഞ്ചിത്ത് പ്ലസ് അഖാദ്. നോക്കിയേ, കിഞ്ചിത്തിന്റെ ത് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഈ ത്തിന്റെ കൂടെ അഖാദത്തിന്റെ ആ ചേരുമ്പോ കിഞ്ചിത് അഖാദത് എന്നായി. ദാ ആയി കണ്ടോ? ദാ ഇവിടെ താ ആണ്,
ഇവിടെ ദ ആണ്. അപ്പോൾ ഈ തായും ഹായും ചേരുമ്പോൾ ദാവും. കിഞ്ചിത് അഖാദത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ കിഞ്ചിത് അഖാദത്ത് ഒന്നും കഴിച്ചിട്ടില്ല, അഖാദത് കഴിച്ചിട്ടില്ല, കിഞ്ചിത്ത് ഒന്നും കഴിച്ചിട്ടില്ല. അർഭഗസ്യൈസ്തസ്യ അർഭഗസ്യൈതസ്യ. അപ്പോൾ അർഭഗസ്യ ഏതസ്യ, അർഭഗസ്യൈതസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അർഭഗസ്യ ഏതസ്യ എന്നാണ് കേട്ടോ. അർഭഗസ്യ ഏതസ്യ, ഏതസ്യ അർഭഗസ്യ, ഈ കുട്ടിയുടെ. തന്നിവാരയിത്തും, തന്നിവാരയിത്തും, തത്ത് പ്ലസ് നിവാരയിത്തും. മക്കളെ നോക്കിയ മക്കളെ, തന്നിവാരയിത്തും എന്നുള്ളത് എങ്ങനെയാ? തന്നിവാരയിത്തും എന്ന് വരുമ്പോൾ തത്ത് പ്ലസ് നിവാരയിത്തും. അപ്പോൾ തത്തിന്റെ അവിടെ ത് ആണ് അല്ലേ, നിവാരയിന് നീ ആണ്. അപ്പോൾ ത് പ്ലസ് നീ ചേരുമ്പോൾ, അതായത് ആദ്യത്തെ വേർഡിന്റെ അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെ വേർഡിന്റെ ആദ്യത്തെ അക്ഷരവും ചേരുമ്പോൾ ഇവിടെ ന ആണെങ്കിൽ തത് പ്ലസ് നീ വരുമ്പോൾ തന്നീ എന്നാവും. അപ്പോൾ തത്ത് നിവാരയത്, തത് നിവാരയതല്ല, തന്നിവാരയത്. രണ്ട് നാ വരും കേട്ടോ. ഈ താ മാറിയിട്ട് നാ വരും. ക്ലിയർ? ഇതാണ് ഇത് തന്നി എന്നാണ് വായിക്കുക, തന്നിവാര ഇങ്ങനെയാണ് വായിക്കുക. മനസ്സിലായോ? തന്നിവാരയത്. ബാക്കി കൂടി നമുക്ക് വായിക്കാം. കിഞ്ചിത് അന്നം, നേരത്തെ പറഞ്ഞ പോലെ കിഞ്ചിത്ത് പ്ലസ് അന്നം, ചാഭവത്, ച പ്ലസ് അഭവത്, തയോരേതത് ഭാഷണം, തയോഹോ ഏതത് ഭാഷണം, ക്ഷണാത് അപ്യാനയത് ഗൃഹം, ക്ഷണാത് അപി ആനയത് ഗൃഹം, വേഗം തന്നെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. ഹസ്തേന ഐകേന, ഹസ്തേന ഏകേന, ഒരു കൈ കൊണ്ട്, വിരലാപ്യനുജസ്യ, വിരല അപി അനുജസ്യ, പൂർവേവ, പൂർവ പ്ലസ് ഇവ, മുമ്പത്തെ പോലെ. പിന്നെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഉത്തമാർഹം എങ്ങനെ വിഗ്രഹിക്കും? ഉത്തമഃ അർഹഃ യസ്യ സഹ ഉത്തമാർഹഃ തം. ആരാണോ ഉത്തമം അർഹിക്കുന്നത് അവനാണ് ഉത്തമാർഹൻ. ഉത്തമം അർഹിക്കുന്നവന്റെ ഉത്തമാർഹം. പ്രരുദന്തം, പ്രകർഷേണ രുദന്തം, നന്നായി കരയുന്നവനാണ് പ്രരുദന്തം. ആത്മജാതം, ആത്മനഃ ജാതഃ തം. ആരാണോ സ്വന്തമായിട്ട് സ്വയം ഉള്ള നമ്മുടെ സ്വന്തമായിട്ട് ജനിക്കുന്നത് നമ്മുടെ മകനാണ് ആത്മജാതം. വിഗലിത കേശപാശ, കേശാനാം പാശ, കേശത്തിന്റെ കൂട്ടം, കേശപാശം, കേശം എന്ന് പറഞ്ഞാൽ മുടി. അപ്പൊ മുടിയുടെ പാശം, മുടിയുടെ സമൂഹം, മുടിയുടെ കൂട്ടം. കേശപാശം വിഗലിത, കേശപാശ യസ്യ സഹ. ആരുടെ മുടിക്കെട്ടാണോ അഴിഞ്ഞ് ഇളകി, എന്താ പറയാ, കെട്ടാതെ അഴിഞ്ഞ് അലസമായി കിടക്കുന്നത്, വാരാതെ ചീകാതെ ഉള്ള മുടിക്കെട്ട് ആർക്കാണോ ഉള്ളത് അവരാണ് വിഗലിത കേശപാശ. കേശപാശം എന്ന് പറഞ്ഞാൽ മുടി. കേശപാശ ധൃത പിങ്കൽ കേട്ടിട്ടില്ലേ? കൃശാംഗി എന്ന് പറഞ്ഞാലോ, കൃശാനി അംഗാനി യസ്യാഹ സഹ. ആരുടെ അംഗം, ആരുടെ ശരീരം, അവയവങ്ങളാണോ? കൃഷഹ, ചെറുത്, മെലിഞ്ഞുണങ്ങിയിട്ട് ശരീരമുള്ളവൻ. പരിമലാനമുഖി, പരിമലാനം മുഖം യസ്യാഹ സഹ. ആരുടെ മുഖമാണോ മ്ലാനമായിട്ടുള്ളത്, പരിമലാനം, ദുഃഖം, വിഷമിച്ച് സാഡായിട്ടിരിക്കുന്നത്, ദുഃഖം, വിഷമം ആരുടെ മുഖത്താണോ ഉള്ളത് അതാണ് പരിമലാന മുഖം. ബുഭുക്ഷയ, ബുഭുക്ഷയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പ് അല്ലെ? ഭോക്തും ഇച്ഛ ബുഭുക്ഷ, കഴിക്കാൻ, ഭോക്തും ഇച്ഛ, കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. അപ്പൊ ബുഭുക്ഷയ കഴിക്കാനുള്ള ആഗ്രഹത്താൽ എന്ന് പറഞ്ഞാൽ വിശപ്പാൽ, പട്ടിണിയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് വിശപ്പ്. ഗൃഹാന്തരാലം, ഗൃഹസ്യ അന്തരാലം, വീട്ടിന്റെ ഉള്ളിൽ, ഗൃഹാന്തരാലം. സംവീക്ഷ്യ, സമ്യക് വീക്ഷയാണ് സംവീക്ഷ്യ, സമ്യക്കായിട്ട് നോക്കിക്കൊണ്ട്, വീക്ഷിച്ചുകൊണ്ട്, നന്നായി നോക്കിക്കൊണ്ട്, വീട്ടിന്റെ അകത്തേക്ക് ആരെങ്കിലും ഉണ്ടോ അവിടെ എന്ന് നോക്കിക്കൊണ്ട്. അശക്യ, ശക്തും യോഗ്യ, ശക്യ ന ശക്യ, കഴിവ് ഇല്ലാത്തവൾ, സാധിക്കാത്തവൾ, അശക്യ, സാധിക്കാത്തവൾ, ന ശക്യ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവില്ലാത്തവളാണ്. ഹൃദയദ്രവകാരിണിയും, ഹൃദയം ദ്രവീകർത്തും ശീലം യസ്യാ സാ താം. ഹൃദയത്തെ ഉരുക്കാൻ, ഹൃദയത്തെ അലിയിക്കാൻ, ദ്രവീകരിക്കാനുള്ള കഴിവ് ശീലമുള്ളവളാണ് ഹൃദയദ്രവകാരിണിയുമായിട്ടുള്ളത്. ഊനഷോഡശ വർഷീയ, ഷോഡശാത് ഊനം, ഊനഷോഡശം തദേവ വർഷം, ഊനഷോഡശ വർഷം തദ്വയ യസ്യാസ. ഒരു 16 വയസ്സിൽ താഴെയോ 16 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള ആൾക്കാരെ ഊനഷോഡശ വർഷീയ എന്നാണ് വിളിക്കുക. ദുഗ്ധചഷകം, ദുഗ്ധപൂർണം ചഷകം, പാല് നിറച്ച പാത്രത്തിനെയാണ് ദുഗ്ധചഷകം എന്ന് വിളിക്കുക. ദുഗ്ധം എന്ന് പറഞ്ഞ പാല്, ദുഗ്ധപൂർണം, പാലോട് കൂടിയ, ചഷകം പാത്രം. പക്വമോചാഫലം, പക്വം ച തത് മോചാഫലം ച, പാകമായിട്ടിരിക്കുന്ന ആ പഴത്തോട് കൂടിയ പക്വമോചാഫലം. അസഹ്യയ, സോഢും ശക്യ സഹ്യ ന സഹ്യ സഹ്യതയ, കഴിവുള്ളവളാണ് ശക്യ, കഴിവില്ലാത്തവളാണ്
അസഹ്യയ സാധിക്കാത്തവൾ, സഹിക്കാൻ പറ്റാത്തവൾ. ആർക്കാണോ സഹിക്കാൻ പറ്റാത്തത് അവൾ, സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. അശനേന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വിശപ്പാൽ. ന അശനം അനശനം തേന. ന അശനം ഭക്ഷണം ആഹാരം കഴിക്കാത്തവൻ ആ കുട്ടി, ആ കുട്ടിയുടെ ജിഹ്വാഗ്രം, നാവിൻ തുമ്പ്. എന്താണ് നാവിൻ തുമ്പ്? നാവിന്റെ തുമ്പ്. ജിഹ്വായാഹ അഗ്രം. ക്ഷുധാ തൃപ്ത്യർത്ഥം. ക്ഷുധായാഹ തൃപ്തി. ക്ഷുധാ തൃപ്തി തദർത്ഥം. വിശപ്പ്. ക്ഷുധായാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പിന്റെ തൃപ്തി. വിശപ്പ് അടക്കാൻ, വിശപ്പ് ഇല്ലാണ്ടാക്കാൻ, വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ. ക്ഷുധാ തൃപ്തി, വിശപ്പടക്കാനുള്ള കാര്യം ചെയ്യുന്നു. തദർത്ഥം, അതിനു വേണ്ടിയിട്ട്. ഗൃഹനായിക. ഗൃഹസ്യ നായികയാ സ. ആരാണോ വീട്ടിന്റെ നായിക, വീട്ടമ്മ, ഹൗസ് വൈഫ്. ആരാണ് വീട്ടിന്റെ ലീഡർ അല്ലെ? ഹൗസ് വൈഫ്, വീട്ടമ്മ ആരാണ്? അവൾ. ഗൃഹനായിക. തരളിത ഹൃദയ. തരളിതം ഹൃദയം യസ്യാസ. ആരുടെ ഹൃദയമാണോ തരളിതമായിട്ടുള്ളത്, ഇളകുന്നത്, അല്ലെങ്കിൽ ദുഃഖം കാരണം വിഷമം പിടിച്ച് സ്ഥിരമല്ലാതെ ചഞ്ചലപ്പെട്ടിരിക്കുന്നത്, അതാണ് തരളിത ഹൃദയം. വിവേകശാലിനി. വിവേകേന ശാലത്തെ യാസ. ആരാണോ വിവേകം കൊണ്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്, അവളാണ് വിവേകശാലിനി, വിവേകമുള്ളവൾ. മാതൃവാത്സല്യ പീയൂഷ വർഷണേന. മാതുഹു വാത്സല്യം മാതൃവാത്സല്യം. അമ്മയുടെ വാത്സല്യമാണ് എന്ത്? മാതൃവാത്സല്യം. തദേവ പീയൂഷം. ആ വാത്സല്യമാകുന്ന പീയൂഷം, പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃത്, ആ അമൃത് തസ്യ വർഷണേന, അതിന്റെ വർഷം, അതിന്റെ മഴയാൽ. സപുത്രാം. സ്വന്തം പുത്രനെ. പുത്രേണ സഹ വർത്തതേ യാ സാ സപുത്രാതാം. സ്വന്തം പുത്രേണ സഹ വർത്തതേ യാ സാ. സ്വന്തം പുത്രനെ, തന്റെ കൂടെയുള്ള പുത്രനെ. കമലോദരേ. കമലസ്യ ഉദരം തസ്മിൻ. താമരയുടെ വയറിൽ, താമര വയറ് പോലെ, താമരയുടെ വയറ് പോലെ, താമര അതിന്റെ വയറ്റിൽ എന്ന പോലെ. രസദാം. രസം ദദാതി ഇതി താം. രസം കൊടുക്കുന്ന, ആരാണോ രസം കൊടുക്കുന്നതാണ് രസദാം. രസം, നല്ല സന്തോഷം നമുക്ക് പകർന്നു തരുന്ന, ആനന്ദം പകർന്നു തരുന്ന. സുവാണി. ശോഭനാച അസൗവാണീച്ച സുവാണി. സുവാണി, നല്ല വർത്തമാനം. നല്ല കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല രസമല്ലേ? അപ്പൊ നല്ല രസമുള്ള, നമ്മൾ പറയില്ലേ നല്ല രസമുണ്ട് എന്ന് പറയാം. അപ്പൊ രസം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിൽ കുട്ടികൾ സംസാരിക്കും. അപ്പൊ അങ്ങനെ നല്ല രസമായിട്ട് തോന്നുന്ന വാക്കുകൾ ആ കുട്ടി പറയട്ടെ, അതിനു വേണ്ടിയിട്ട്. ശോഭനാച, ശോഭിക്കുന്നതും, അസൗവാണീച്ച സുവാണി, നല്ല വാക്കുള്ളതാണ് കുഞ്ഞിന്റെ വർത്തമാനം. പിന്നെ കോശഹ കൊടുത്തിട്ടുണ്ട്, വേർഡ് മീനിങ്, അർത്ഥങ്ങൾ. ഓക്കെ, അർത്ഥം ഡിക്ഷണറിയാണ് കോശം. ക്ഷുത്ത്, എന്താണ് അതിന്റെ വേർഡ്, പിന്നെ ഡിക്ഷണറി മീനിങ്? ക്ഷുത്ത് പറഞ്ഞാൽ വിശപ്പ്. സ്ത്രീലിംഗം, സ്ത്രീ ക്ഷുത് ക്ഷുതം ക്ഷവഹ പുംസി, അതിന്റെ ഡിക്ഷണറി മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്കണം. അങ്കണം ചത്വരാജിരേ, മുറ്റം. മോച കദളി വാരണാഭുഷ രംഭ മോചാം ശുത് മത് ഫല. കദളി നമ്മുടെ പഴം, കദളിപ്പഴം പോലത്തെ പഴം, കദളി. ബുഭുക്ഷ, ആശനായ ബുഭുക്ഷ. ക്ഷുത്, വിശന്ന് ഉണ്ടാവുന്ന ഫീലാണ് ബുഭുക്ഷ. ജിഹ്വ, രസജ്ഞ രസന. ജിഹ്വ, ടേസ്റ്റ് അറിയുന്ന സ്ഥലമാണ് നാവ് എന്ന് പറഞ്ഞാൽ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്. അപ്പൊ ഓരോ വേർഡിന്റെ ഡെഫിനിഷൻ ആണ് ഡിക്ഷണറിയിലുള്ള, അതിന്റെ നിരുക്തിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നീരം, വെള്ളം. എന്താണ് നീരം? അംഭോർണസ്തോയപാനീയ നീരക്ഷീരാംബുശംബരം. തോയം, പാനി, നീരം, ക്ഷീരം, അമ്പു, ഇതൊക്കെ വിളിക്കുന്നത് ആകാശത്തു നിന്ന് വീഴുന്ന ഈ ഒരു വെള്ളത്തിനെയാണ്. അമ്പു എന്നൊക്കെ പറഞ്ഞാൽ വെള്ളമാണ് കേട്ടോ. വെള്ളത്തിലുണ്ടാവുന്നതുകൊണ്ട് അംബുജം എന്നൊക്കെ താമരയെ വിളിക്കുന്നത്. നീരം, നീരജം എന്നൊക്കെ വിളിക്കും. അപ്പോൾ നീര്, അമ്പു, തോയം, പാനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെള്ളമാണ്, ജലമാണ്, നീരമാണ്. നീരം എന്ന് പറഞ്ഞാൽ വെള്ളം. മനസ്സിലായോ? പഠന പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് മക്കളെ. പാഠം സമ്യക് പഠിത്വ ഭാവലയാനുസാരം ചമ്പു പ്രഭാഷണം കരോതു. നിങ്ങൾ പാഠം നന്നായിട്ട് പഠിച്ചിട്ട് ഫീലോട് കൂടിയിട്ട് പ്രഭാഷണം നടത്തണം. കഥാപ്രസംഗം പോലെ പ്രഭാഷണം നടത്തണം. പാഠഭാഗത്ത് വിശ്ലേഷണ വിശേഷാണി വിജിത്യ ലിഖതു. നിങ്ങൾ പാഠം വായിച്ചിട്ട് വിശേഷണ വിശേഷാണികൾ, കരയുന്ന കുട്ടി, വെളുത്ത വീട്, ശുദ്ധമായ വെള്ളം, അങ്ങനെ അഡ്ജക്റ്റീവ്സ് നമ്മൾ പറയില്ലേ. കൗ എന്ന് പറഞ്ഞാൽ പശു, കറുത്ത പശു എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്ജക്റ്റീവാണ് ബ്ലാക്ക് കൗ. അതുപോലെ നിങ്ങൾ വിശേഷണങ്ങളും, വിശേഷ്യം, കൗ വിശേഷ്യവും, കറുത്ത പശു കറുത്ത വിശേഷണവുമാണ്. അഡ്ജക്റ്റീവും ആ നൗണും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. സിമ്പിളാണ്, ട്രൈ ചെയ്യുക കേട്ടോ. മാതൃവാത്സല്യ പീയൂഷ വർഷണേന സഹ തയാ ഗൃഹനായികയാ യുവതിയും പ്രതികൃതം സംഭാഷണം സംഭാവ്യ ലിഖിതം. നിങ്ങൾ എന്ത് ചെയ്യണം? കോൺവെർസേഷൻ എഴുതണം. ഈ അമ്മയും മകളും തമ്മിലുള്ള കോൺവെർസേഷൻ. ആ പാഠം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ചെറിയ ചെറിയ വാക്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺവെർസേഷൻ എഴുതുക. പാഠസ്ഥാനം സംബോധന രൂപാണി ചിത്വ ലിഖതു.
പാഠസ്ഥാനം സംബോധന രൂപാണി ചിത്വ ലിഖതു. സംബോധന പദങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തെഴുതണം. ഭോ അല്ലെ, അല്ലയോ മിത്രങ്ങളെ, ഭോ മിത്രാണി, അമ്മേ, മകളെ, ജാതേ എന്നൊക്കെ വിളിച്ചിട്ടില്ലേ, അങ്ങനെ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് സംബോധന. ആ സാധനങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. കോഷ്ടകാര് സമാനാർത്ഥക പദം ചിത്വ പൂരേത. ബ്രാക്കറ്റിൽ നിന്ന് ഒരേ മീനിങ് വരുന്ന വേർഡുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് പൂരിപ്പിക്കുക. സഹസ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ പറഞ്ഞാണല്ലോ, സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ്. അപ്പോൾ പെട്ടെന്ന് എന്നുള്ളതിൻ്റെ ജവേന. ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. അപ്പോൾ വിശപ്പിനെ നമ്മൾ എന്ത് പറയും? ക്ഷുധ അല്ലെങ്കിൽ ബുഭുക്ഷ. ഗേഹം എന്ന് പറഞ്ഞാൽ വീടാണ്. വീടിന് നമ്മൾ ഭവനം, ഗൃഹം എന്നൊക്കെ പറയും. അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റമാണ്, ചത്വരം. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവാണ്, രസന. നീരം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, ജലം. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാലാണ്, ദുഗ്ധം. ലേശഹ എന്ന് പറഞ്ഞാൽ കുറച്ചാണ്, അല്പം. സിമ്പിൾ സാധനം. നിങ്ങൾ തന്നെ അത് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കേൾക്കുക. ഓക്കെ, പഠിക്കാം. പിന്നെ ഒരു അധിക വാചനാംശം കൊടുത്തിട്ടുണ്ട്. ക്ഷുത്ത് ഇതി സ്ത്രീലിംഗ രൂപം. ക്ഷുത്ത് എന്നത് സ്ത്രീലിംഗ രൂപമാണ്. ക്ഷുതം ഇതി നപുംസകലിംഗ. ക്ഷുതം എന്നാണ് നപുംസകലിംഗം. വിശപ്പിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഉഭയോഹോ ബുഭുക്ഷ ഇത്യർത്ഥ. വിശപ്പ് എന്നാണ് ക്ഷുധ എന്നുള്ളതിന് മീനിങ്. ക്ഷുധ വിശപ്പ്. ബുഭുക്ഷ എന്ന് പറഞ്ഞാലും വിശപ്പാണ്. ആ ഭക്ഷണം കഴിക്കാനുള്ള, ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തിനെയാണ് ബുഭുക്ഷ എന്ന് പറയാം. ക്ഷുത്ത് ഇതി ഹലന്ത ശബ്ദസ്യ ക്ഷുധ ഇതി ഭാഗുരി ഇത്യാചാര്യസ്യ അഭിമതേന ആകാരാന്ത സ്ത്രീലിംഗ രൂപം ച ഭവതി. ക്ഷുത്ത് എന്ന് പറയുന്ന ഹലന്ത ശബ്ദത്തിനെ ക്ഷുധ എന്ന് ഭാഗുരി എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായത്തിൽ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമായിട്ട് പറയുന്നുണ്ട്. ഒരു വേർഡിന് ആകാരാന്ത രൂപങ്ങളോ സ്ത്രീലിംഗ, നപുംസക, പുല്ലിംഗ രൂപങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്ഷുത്ത് എന്ന് പറയുന്ന ഹലന്തത്തിന് ക്ഷുധ എന്ന് പറയുന്ന ആകാരാന്ത സ്ത്രീലിംഗ രൂപവും ഉണ്ടാകുന്നു. യഥാ നിട്ട്, നിട്ട് എന്ന് പറയുന്ന ശബ്ദത്തിന് നിശ എന്ന് പറയുന്നത് പോലെ, വാക് എന്ന് പറയുന്ന ശബ്ദത്തിന് വാച എന്ന് പറയുന്നത് പോലെ, ദിഗ് എന്ന് പറയുന്ന ശബ്ദത്തിന് ദിശ എന്ന് പറയുന്നത് പോലെ, റുക്ക് എന്ന് പറയുന്ന ശബ്ദത്തിന് രുജ എന്ന് പറയുന്നത് പോലെ, ഹലന്ത ശബ്ദങ്ങൾക്ക് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമുണ്ടാവാനുള്ള അവസ്ഥ ഉണ്ട് എന്ന് നമ്മുടെ വ്യാകരണ ആചാര്യന്മാർ പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ വളരെ നല്ലൊരു ചമ്പു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ സ്വന്തമായി വായിക്കാനും എഴുതാനും പഠിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് തന്നെ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ക്ഷുധ വിശപ്പ്, ജ്ഞാനപ്രദായിനി അറിവ് പ്രദാനം ചെയ്യുന്നവൾ. വിശപ്പ് അറിവ് നൽകുന്നവളാണ് എന്ന പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ പേര് ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദ് എന്നാണ്. മക്കളെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ശുഭ ദിനം. നമസ്തേ.